താഴ്മയിൽ നിന്നെന്നെ നിന്നുടെ ഛായയിൽ സൃഷ്ടിച്ചു, നിത്യമായി സ്നേഹിച്ചെന്നെ തന്റെ പുത്രനെ തന്നു രക്ഷിച്ചു. നിൻ മഹാകൃപയ്ക്കായി അങ്ങേ ഞാൻ സ്തുതിച്ചിടുമെന്നും, നിൻ മഹാകൃപയ്ക്കായി അങ്ങേ ഞാൻ സ്തുതിച്ചിടുമെന്നും, നിൻ മഹാകൃപയ്ക്കായി അങ്ങേ ഞാൻ സ്തുതിച്ചിടുമെന്നും, നിൻ മഹാകൃപയ്ക്കായി അങ്ങേ ഞാൻ സ്തുതിച്ചിടുമെന്നും. പ്രിയ പിതാവേ, അവിടുന്ന് ഞങ്ങളുടെ നടുവിൽ ഇറങ്ങി വരുന്നതിന് നന്ദി. ആത്മമണ്ഡലത്തെ തുറന്നു തരണമേ, ദുരാത്മമണ്ഡലങ്ങളെ കീഴടക്കണമേ. രക്ഷിക്കപ്പെടുന്നവരുടെ സേവകാത്മാക്കളായ ദൂതന്മാരെ ഞങ്ങളുടെ നടുവിൽ അയക്കണമേ. കൃപയുടെ വചനത്തിന് സാക്ഷ്യം പറയണമേ. അവിടുന്ന് ഞങ്ങളുടെ നടുവിൽ ചലിക്കുന്നതിന് നന്ദി. ഈ ജനം അനുഗ്രഹിക്കപ്പെടും. മഹത്വം അങ്ങേക്ക്, യേശുവിൻ നാമത്തിൽ തന്നെ. കരം ഉയർത്തി പിടിച്ച് ശക്തിയോടെ കർത്താവിനെ ഒന്ന് ആരാധിച്ചാട്ടെ. ഈ രാത്രി 2 വാക്യങ്ങളാണ് നമ്മൾ നമ്മുടെ ദൈവവചന ധ്യാനത്തിനായി വായിക്കുവാൻ പോകുന്നത്. 1 കൊരിന്ത്യർ ലേഖനം 15-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യവും 4-ാമത്തെ വാക്യവും. ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തുകളിൻ പ്രകാരം മരിച്ചു, അടക്കപ്പെട്ടു, തിരുവെഴുത്തുകളിൻ പ്രകാരം 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. നിങ്ങൾ ബൈബിൾ തുറന്നു വെച്ചിരിക്കുകയാണെങ്കിൽ നമുക്കൊരുമിച്ച് ആ വാക്യം വായിക്കാം. ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തുകളിൻ പ്രകാരം മരിച്ചു, അടക്കപ്പെട്ടു, തിരുവെഴുത്തുകളിൻ പ്രകാരം 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. ധന്യനായ പൗലോസ്ലീഗയുടെ തൂലികത്തുമ്പിലൂടെ പുതിയ നിയമസഭയ്ക്ക് നൽകിയിട്ടുള്ള ഈടുറ്റ തികവുറ്റ 14 ലേഖനങ്ങൾ. ഈ 14 ലേഖനങ്ങൾ പ്രഥമമായി പുതിയ നിയമത്തിൽ കാണുന്ന 4 ലേഖനങ്ങളാണ്. റോമാലേഖനവും 1-2 കൊരിന്ത്യ ലേഖനവും ഗലാത്യ ലേഖനവും. ഈ 4 ലേഖനങ്ങളെ രക്ഷാകേന്ദ്രീകൃത ലേഖനങ്ങളെന്നാണ് പൊതുവെ വിളിക്കുന്നത്. അതുകൊണ്ട് തന്നെ യേശുക്രിസ്തുവിലൂടെ ലഭ്യമാകുന്ന രക്ഷ എന്ന വിഷയത്തെ പഠിക്കാൻ ഇഷ്ടപ്പെടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ പുസ്തകങ്ങളെ ക്രമീകൃതമായി പഠിക്കേണ്ടുന്നത് വളരെ അത്യാവശ്യമാണ്. അതിലോരോ പുസ്തകത്തിനും അതതിൻ്റെ പ്രാധാന്യതയുണ്ട്. റോമാലേഖനം അതിൽ അഗ്രഗണ്യമാണ്. കൊരിന്ത്യ ലേഖനം എന്ന് പറയുമ്പോഴേക്കും ഒരു സഭയുടെ ചെറിയ ചെറിയ പ്രശ്നങ്ങളെ പരിഹരിച്ചുകൊണ്ട് അവരെഴുതി അയച്ച് ചോദിച്ച ചോദ്യങ്ങളുടെ ഉത്തരം പറഞ്ഞുകൊണ്ട് കർക്കശ്യമായ ഭാഷ ഉപയോഗിച്ച് അവർക്ക് താക്കീത് നൽകി ഒരപ്പൻ മക്കളെ എന്നതുപോലെ ശാസിച്ച് തിരുത്തി ഉയർത്തിക്കൊണ്ടുവരുന്ന ലേഖനമാണ് 1 കൊരിന്ത്യ ലേഖനം. അതിൽ ഈ 15-ാം അധ്യായം എന്ന് പറയുമ്പോൾ കർത്താവ് യേശുക്രിസ്തുവിൻ്റെ മരണ, അടക്ക, പുനരുത്ഥാനം, ഈ മരണ, അടക്ക, പുനരുത്ഥാനവുമായി നമുക്കുള്ള ബന്ധം, അതിലൂടെ പിന്നീട് നമുക്ക് കിട്ടാൻ പോകുന്ന പുനരുത്ഥാന ശരീരത്തിൻ്റെ വിശദീകരണങ്ങൾ, ഇതെല്ലാം കൂടെ ചേർക്കപ്പെട്ട അനുഗ്രഹീതമായ അധ്യായമാണ് 1 കൊരിന്ത്യ ലേഖനം. ഈ 15-ാം അധ്യായത്തെ തന്നെ നമ്മൾ ഒന്നുകൂടെ പഠിക്കുകയാണെങ്കിൽ യേശുക്രിസ്തുവിൻ്റെ പുനരുത്ഥാനം സംബന്ധമായ അപ്പോസ്തോലിക സാക്ഷ്യം
യേശുക്രിസ്തുവിൻ്റെ ഉയർപ്പിനെക്കുറിച്ചുള്ള പ്രതിപാദനം, യേശുക്രിസ്തുവിൻ്റെ ഉയർപ്പ് തുടങ്ങി നമുക്ക് ലഭ്യമാകാനിരിക്കുന്ന പുനരുത്ഥാനത്തെക്കുറിച്ചുള്ള ഉപദേശം, നമ്മുടെ ഭാവി പ്രത്യാശ, ഇതെല്ലാം ഈ പുസ്തകത്തിനകത്ത്, ഈ അധ്യായത്തിനകത്ത് നമുക്ക് കാണാനായിട്ട് കഴിയും. എന്നാൽ നമ്മൾ ഇന്ന് രാത്രി വായിച്ച ഈ വാക്യത്തിനകത്ത് 3 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. ഒന്ന്, അവിടുന്ന് നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു എന്ന് പറയുന്നതാ. 2, മരിച്ചവനായ ക്രിസ്തു അടക്കപ്പെട്ടു എന്ന് പറയുന്നതാ. അടക്കപ്പെട്ടിട്ട് അവിടുന്ന് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു എന്ന് പറയുന്നതാ. അപ്പം മരണം, അടക്കം, പുനരുത്ഥാനം, 3 കാര്യങ്ങളാണ് ഈ 2 വാക്യങ്ങൾ നമ്മോട് പറയുന്നത്. അതിലെ പ്രഥമ ഭാഗത്തേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ തിരിക്കുകയാണ്. അതിലെ നമ്മൾ വായിക്കുന്നത്, ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തുകളിൻ പ്രകാരം മരിച്ചു. എല്ലാവരും കൂടെ ഒന്ന് പറഞ്ഞേ, ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തുകളിൻ പ്രകാരം മരിച്ചു. അവിടെ ആ നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തുകളിൻ പ്രകാരം മരിച്ചു എന്ന് പറയുന്നതിന് മുൻപ് ക്രിസ്തു എന്ന നാമത്തെ ഒന്ന് വിശകലനം ചെയ്യാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. ആരാണ് ക്രിസ്തു? ബൈബിളിൻ്റെ ഭാഷ്യത്തിൽ ക്രിസ്തു സാക്ഷാൽ ദൈവമാണ്. സാക്ഷാൽ ദൈവമാണ്. യേശുക്രിസ്തുവിൻ്റെ ദൈവത്വം പുതിയ നിയമത്തിൽ വളരെ കൃത്യമായിട്ട് തെളിയിച്ചിരിക്കുകയാണ്. പഴയ നിയമത്തിലും യേശുക്രിസ്തുവിൻ്റെ ദൈവത്വത്തിൻ്റെ പ്രഖ്യാപനമുണ്ട്. അവൻ അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു എന്നിങ്ങനെ പേർ വിളിക്കപ്പെടും. അവിടെ യേശുക്രിസ്തുവിനെ വിളിച്ചിരിക്കുന്ന പേര് വീരനാം ദൈവമെന്നാണ്. പഴയ നിയമത്തിൽ അങ്ങനെയാണ് പറയുന്നത്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ അവിടുത്തെ ദൈവത്വം പടർന്നങ്ങ് കിടക്കുക. അത് യോഹന്നാൻ്റെ വിവിധ എഴുത്തുകളിലൂടെയും പൗലോസിൻ്റെ എഴുത്തുകളിലൂടെയും ബൈബിൾ സമർത്ഥിച്ചിരിക്കുകയാണ്. യോഹന്നാൻ്റെ എഴുത്തുകളിൽ ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. ആ ദൈവമായ വചനം ജഡം ധരിച്ചിറങ്ങി വന്നു. അപ്പം ദൈവമായ വചനം ജഡം ധരിച്ചിറങ്ങി വന്നെങ്കിൽ ദൈവമായ വചനം ജഡം ധരിച്ചു വന്നവനെ വിളിക്കാൻ ഒറ്റ പേരേ ഉള്ളൂ, ദൈവമെന്നാണ്. പൗലോസ് തിമത്തിയോസിന്റെ ലേഖനത്തിൽ യേശുക്രിസ്തുവിന്റെ ദൈവത്വത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് ദൈവം ജഡം ധരിച്ചെന്ന 1 തിമത്തിയോസിന്റെ ലേഖനം 3:16. അതിന് വിളിക്കുന്ന പേരാണ് ദൈവഭക്തിയുടെ മർമ്മം. അത് സമ്മതമാമണ്ണം വലിയതാകുന്നു, അങ്ങനെ വായിക്കുന്നത്. അതിൽ 6 കൂട്ടം കാര്യങ്ങളാണ് പറയുന്നത്. അവൻ ജഡത്തിൽ വെളിപ്പെട്ടു, ആത്മാവിൽ നീതീകരിക്കപ്പെട്ടു, ദൂതന്മാർക്ക് പ്രത്യക്ഷനായി, ജാതികളുടെ ഇടയിൽ പ്രസംഗിക്കപ്പെട്ടു, ലോകത്തിൽ വിശ്വസിക്കപ്പെട്ടു, തേജസ്സിൽ എടുക്കപ്പെട്ടു. അതിലൊറ്റ കാര്യം പറഞ്ഞാൽ മതി, യേശുക്രിസ്തുവിൻ്റെ ദൈവത്വം അറിയാൻ. അവൻ ജഡത്തിൽ വെളിപ്പെട്ടു. മലയാളത്തിലാണ് ആ പ്രയോഗമുള്ളത്. പക്ഷേ ഇംഗ്ലീഷ് ബൈബിളിൽ അവൻ ജഡത്തിൽ വെളിപ്പെട്ടു എന്നല്ല പറയുന്നത്. ഗോഡ് വാസ് മാനിഫെസ്റ്റ് ഇൻ ദ ഫ്ലഷ്. ദൈവം ജഡത്തിൽ വെളിപ്പെട്ടു എന്നാണ് പറയുന്നത്. അപ്പോൾ കർത്താവായ യേശുക്രിസ്തുവാരാണ്? ദൈവമാണ്. അത് വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം 8-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നുണ്ട്. ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായ സർവശക്തിയുള്ള ദൈവമായ കർത്താവ്. അപ്പം യേശുവിനെ വിളിച്ചിരിക്കുന്ന പേര് കണ്ടോ? സർവശക്തിയുള്ള ദൈവമായ കർത്താവ്. എല്ലാവരും കൂടെ ഒന്ന് പറഞ്ഞേ, യേശു ആരാണ്? ഉച്ചത്തിൽ പറഞ്ഞു, യേശു ആരാണ്? സർവശക്തിയുള്ള ദൈവമായ കർത്താവ്. അവിടെ ആ വിശദീകരണം മതി എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം ഇവിടെ സർവശക്തിയുള്ള ദൈവമായ കർത്താവായ ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തുകളിൻ പ്രകാരം മരിച്ചു. അതാ നമ്മളിവിടെ വായിക്കുന്നത്. അവിടെ ഒരു ചോദ്യം, ദൈവം മരിച്ചെന്നോ? ദൈവത്തിന് മരിക്കാൻ പറ്റുമോ? മരിക്കുന്നവനെ ദൈവമെന്ന് വിളിക്കാൻ പറ്റുമോ? വാസ്തവത്തിൽ ക്രൈസ്തവ പാരമ്പര്യത്തിൽ നമ്മൾ പാടുന്ന ഒരു പാട്ടുണ്ട്, മരണമില്ലാത്തവനേ നീ പരിശുദ്ധനാകുന്നു. അവിടുന്ന് മരണമില്ലാത്തവനാ ദൈവം എന്ന് പറയുമ്പോൾ സർവശക്തൻ, സർവജ്ഞാനി, സർവസമീപസ്ഥൻ, മാറ്റമില്ലാത്തവൻ, നിത്യൻ. ദൈവം നിത്യനാണ്. നിത്യൻ എന്ന് പറഞ്ഞാൽ സ്ഥലകാല സമയപരിധികൾക്ക് അതീതൻ, ഗതിഭേദത്താൽ ആച്ഛാദനം സംഭവിക്കാത്തവൻ. അങ്ങനെയാ ഗതിഭേദത്താൽ ആച്ഛാദനം എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ചുറ്റുവട്ടത്തിരിക്കുന്നവരെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി.
അവരുടെ 25കളിൽ, അവരുടെ 30കളിൽ, അവരുടെ 35കളിൽ ഇടതൂർന്ന മുടികൾ ഉള്ളവരും നല്ല കറുത്ത മുടിയുള്ളവരും ഒക്കെയായിരുന്നു. പക്ഷേ അത് 45 കയറിയപ്പോൾ, 40-ലെത്തിയപ്പോൾ, 50-ലും 55-ലും 60-ലും എത്തിയപ്പോൾ സോൾട്ട് ആൻഡ് പെപ്പർ സ്റ്റൈലിലോട്ട് മാറി. പാതി നരച്ചും പാതി കറുത്തും ഒക്കെയാണ് ഇപ്പോൾ ഇരിക്കുന്നത്. ഇനി നല്ല കറുപ്പിലൊക്കെ ഇരിക്കുന്ന പല പുള്ളികളും ഗോതറേജ് ഉള്ളത് കൊണ്ടാണ് ഇരിക്കുന്നത്. അതും കൂടെ തിരിച്ചറിയണം. അപ്പം നമുക്കെല്ലാം ഗതിഭേദത്താൽ ആച്ഛാദനം സംഭവിക്കുന്നവരാണ്. പ്രായത്തിൻ്റെ ആ സകല ബലഹീനതകളും ഉള്ളവരാണ്. പക്ഷേ ദൈവം ഗതിഭേദത്താൽ ആച്ഛാദനം സംഭവിക്കാത്തവൻ. അങ്ങനെയാണെങ്കിൽ ആ ദൈവം എങ്ങനെയാണ് മരിക്കുന്നത്? ദൈവം മരിച്ചു എന്ന് പറയുന്നത് എങ്ങനെയാണ് ശരിയാകുന്നത്? അവിടെയാണ് നമ്മൾ യേശുക്രിസ്തുവിൻ്റെ മരണത്തിൻ്റെ സവിശേഷത തിരിച്ചറിയേണ്ടത്. കർത്താവായ യേശുക്രിസ്തു ദൈവമായി മരിക്കുകയല്ലായിരുന്നു. വാസ്തവത്തിൽ സാക്ഷാൽ ദൈവമായിരുന്നവൻ. അവിടുന്ന് ദൈവമായിരുന്നവൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ ശരിക്കും തിരിച്ചറിയണം. ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം 6-ാമത്തെ വാക്യത്തിൽ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ എന്ന് വായിക്കുന്നുണ്ട്. ഡിഡ് നോട്ട് ട്രൈ ടു റിമെയിൻ ഈക്വൽ വിത്ത് ഗോഡ്. ആ ദൈവത്വത്തോട്, പിതാവാം ദൈവത്തോട് ഇക്വാലിറ്റിയിൽ തുടർന്നവനായ ക്രൈസ്റ്റ് മരിക്കത്തക്ക വിധത്തിൽ 7 പടികൾ താണിറങ്ങി വരികയായിരുന്നു. പ്രിയപ്പെട്ടവരെ, 7 പടികൾ താണിറങ്ങി വന്നിട്ടാണ് അവിടുന്ന് മരിക്കത്തക്ക വിധത്തിൽ സജ്ജനായത്. ഞാൻ ആ 7 പടികൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്കൊന്ന് കൊണ്ടുവരാം. അത് പ്രധാനമായും ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 6, 7, 8 വാക്യങ്ങളിലാണ്. അതിലൊരു വാക്യമാണ് ഞാനിപ്പോൾ ഇവിടെ പറഞ്ഞത്. അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണം എന്ന് വിചാരിച്ചില്ല. അവിടുന്ന് ദൈവരൂപത്തിലിരുന്നവൻ എന്ന് പറഞ്ഞാൽ സാക്ഷാൽ ദൈവമായിരുന്നവൻ. ഉള്ളത് പറഞ്ഞാൽ മലയാളത്തിൽ മാത്രമാണ് ദൈവരൂപത്തിലിരിക്കെ എന്ന പദമുള്ളത്. വിവിധ ഭാഷാന്തരങ്ങളിൽ അവിടുന്ന് സാക്ഷാൽ ദൈവമായിരിക്കെ എന്നാണ് പറയുന്നത്. ഒരു ഭാഷാന്തരത്തിൽ പറയുന്നത് ഹി ഓൾവേസ് ഹാഡ് ദ നേച്ചർ ഓഫ് ഗാഡ്. അവിടുന്ന് എല്ലായ്പ്പോഴും ദൈവമായിരിക്കെ ദൈവത്തോടുള്ള ഇക്വാലിറ്റിയിൽ തുടരണമെന്ന് വിചാരിക്കാതെ. അതാ ഒന്നാമത്തെ താഴ്ചയുടെ പടി. അപ്പൊ പിതാവാം ദൈവത്തോട് ഈക്വലായിരുന്നു പുത്രനാം ദൈവം, അല്ലെങ്കിൽ തൃത്വത്തിൽ 2ാമത്തെ ആളത്വമായ കർത്താവായ യേശുക്രിസ്തു. ഈ ഇക്വാലിറ്റി പറയുന്ന വേറൊരു വാക്യമുണ്ട്, യോഹന്നാൻ 5:18. തന്നെത്താൻ ദൈവത്തോട് സമനാക്കി എന്നവിടെ വായിക്കുന്നത്. വാക്യം നോക്കാമെങ്കിൽ ഒന്ന് നോക്കുന്നത് നല്ലതാ. അതുകൊണ്ട് ഒരു പാപം ഉണ്ടാകത്തില്ല, നന്മയല്ലാതെ ഒന്നും ഉണ്ടാകത്തില്ല. തെസ്സലോനിക്കയിലുള്ളവരെക്കാൾ ഉത്തമന്മാരായിരുന്നു ബെരോവയിലുള്ളവർ. കേട്ട വചനം അങ്ങനെ തന്നെയോ എന്ന് അവർ പരിശോധിച്ചു. ബൈബിൾ കൊണ്ടുവന്നിട്ടുള്ളവരെ ബൈബിളൊന്ന് ഉയർത്തിപ്പിടിച്ചൊരു ഹല്ലേലൂയ പറഞ്ഞാട്ട്. പല പുള്ളികളുടെയും കയ്യിൽ ഈ സാധനം ഇല്ല, ഇതുകൊണ്ട് വരത്തില്ല. അതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. സ്തോത്രം. ബൈബിളും കൊണ്ട് വരത്തില്ല. സ്തോത്രം. ബൈബിൾ കൊണ്ട് വരുന്നത് നല്ലതാണ്. നമ്മൾ ദൈവമക്കളാണ്. അതുകൊണ്ട് ബൈബിൾ കൊണ്ട് വരിക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഓക്കെ. അപ്പോൾ അവിടുന്ന് ദൈവരൂപത്തിലിരിക്കെ എന്ന് പറയുമ്പോൾ ദൈവത്തോട് സമത്വമുള്ളവനാണ്. 5:18 പറയുന്നു, ദൈവത്തെ സ്വന്തം പിതാവെന്ന് പറഞ്ഞ് തന്നെത്താൻ ദൈവത്തോട് സമനാക്കി. ഒന്നുകൂടെ, ദൈവത്തെ സ്വന്തം പിതാവ് എന്ന് പറഞ്ഞ് തന്നെത്താൻ ദൈവത്തോട് സമനാക്കി. മേക്കിംഗ് ഹിംസെൽഫ് ഈക്വൽ വിത്ത് ഗോഡ്. അങ്ങനെയാണ് KJV-ക്കകത്ത് പറയുന്നത്. അപ്പൊ അവിടുന്ന് ദൈവത്തോട് സമത്വമുള്ളവനായിരുന്നു. ആ സമത്വമുള്ളവൻ ഇപ്പോൾ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചില്ല. താഴ്ചയുടെ 1ാമത്തെ പടി. 2ാമത്തെ പടി എന്ന് പറയുന്നത് അവിടുന്ന് ദാസരൂപമെടുത്തു. ടേക്കിംഗ് ദ ഫോം ഓഫ് എ സെർവന്റ്. അവിടുന്ന് ദാസരൂപമെടുത്തു. ആര്? ദൈവം. ദൈവരൂപത്തിൽ ഇരുന്നവൻ, ദൈവമായിരുന്നവൻ. ആ ദൈവത്തോടുള്ള സമത്വത്തിൽ ഇരിക്കാതെ അവിടുന്ന് ദാസരൂപമെടുത്തു. അതാ 2ാമത്തെ പടി. 3ാമത്തെ പടി എന്ന് പറയുന്നത് മനുഷ്യ സാദൃശ്യത്തിലായി. ഹി ബിക്കെയിം ലൈക്ക് എ ഹ്യൂമൻ ബീങ്. സാക്ഷാൽ ദൈവം, സൃഷ്ടികർത്താവ്. ഉണ്ടാകട്ടെ എന്ന ഒറ്റ ഉച്ചാരണത്താൽ ഈ കാണുന്ന മഹാപ്രപഞ്ചത്തെ പടച്ചുണ്ടാക്കിയ പെരുന്തച്ഛൻ. പക്ഷേ ആ കർത്താവ് ഇപ്പോൾ ആരായി?
മനുഷ്യ സാദൃശ്യത്തിലായി. താഴ്ചയുടെ മൂന്നാമത്തെ പടി. നാലാമത്തെ പടി എന്താണെന്നറിയാമോ? വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി. അപ്പിയേർഡ് ഇൻ ഹ്യൂമൻ ലൈക്ക്നെസ്. ഒരു മനുഷ്യ രൂപത്തിലേക്ക് അവിടുന്ന് ഇറങ്ങി വന്നു. ഇനിയും അഞ്ചാമത്തെ താഴ്ച എന്താണെന്നറിയാമോ? തന്നെത്താൻ ഒഴിച്ചു എന്ന് പറയുന്നത്. ഹി എംപ്റ്റീഡ് ഹിംസെൽഫ്. ഒന്നുകൂടെ പറഞ്ഞാൽ ദൈവത്വത്തിൻ്റെ സകല ഗുണലക്ഷണങ്ങളെയും മനുഷ്യന്റെ കണ്ണിന്റെ മുൻപിൽ മറച്ചു വെച്ചു. അതാ പറയുന്നത് ഹി എംപ്റ്റീഡ് ഹിംസെൽഫ്. ഞാൻ പറയട്ടെ പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ നിലവാരത്തിൽ നിന്ന് ഒരിഞ്ച് കുറയാൻ നമ്മളാരും അനുവദിക്കത്തില്ല. ഒരിഞ്ച് താണിറങ്ങി നിൽക്കാൻ നമ്മളാരും ഇഷ്ടപ്പെടുന്നില്ല. പക്ഷേ ഇവിടെ കർത്താവ് എന്ത് ചെയ്തെന്നറിയോ? തന്നെത്താൻ ഒഴിച്ചു. തന്നെത്താൻ ഒഴിച്ചു. ഹി എംപ്റ്റീഡ് ഹിംസെൽഫ്. ഞാനതിനെ ഒന്ന് വിശദീകരിച്ചോളാം. ഈ ദൈവം എന്ന് പറയുമ്പോൾ 1 തിമോഥെയോസ് ലേഖനം 6-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ എഴുതിയിട്ടുണ്ട്, അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവൻ, മനുഷ്യരാരും കണ്ടിട്ടില്ലാത്തവൻ, കാണാൻ കഴിയാത്തവൻ. അങ്ങനെ വായിക്കുന്നത്. അവിടെ ആ ദൈവം ദൈവത്വത്തിൽ ഇരിക്കുന്നത് എങ്ങനെയാണെന്നറിയോ? അടുത്തുകൂടാത്ത വെളിച്ചത്തില. എല്ലാവരും കൂടെ ചേർന്ന് പറഞ്ഞ് എന്നാ വിളിച്ചോ? അടുത്തുകൂടാത്ത. അപ്പം ഈ ആളുകൾ ചിന്തിക്കുക, അതെന്നാ പാസ്റ്റർ അടുത്തുകൂടാത്ത വിളിച്ച്. ഞാനിതൊന്ന് ഒന്ന് വ്യക്തമാക്കാം. ഇവിടെ എല്ലാം ലൈറ്റ് ഉണ്ടല്ലോ, ഈ LED ലൈറ്റുകൾ. 200 വോൾട്ടിൻ്റെ ലൈറ്റാണ് ഈ കത്തിച്ചേക്കുന്ന മൊത്തം. ഈ ഫ്രണ്ടിലിരിക്കുന്ന ഈ 2 ലൈറ്റ് ഒഴികെ. ഈ 200 വോൾട്ടിൻ്റെ ലൈറ്റിലേക്ക് നിങ്ങൾക്കൊരു 10 സെക്കൻഡ് ഒന്ന് നോക്കാമോ? കണ്ണിന് നേരെ ഇരിക്കുന്ന ലൈറ്റിലേക്ക് ഒരു 10 സെക്കൻഡ് നോക്കാമോ? സ്റ്റേജിലിരിക്കുന്നവർക്കായിരിക്കും എളുപ്പം. ഒന്ന് നോക്കിയാൽ ഒരു 10 സെക്കൻഡ്, 10 സെക്കൻഡ് നോക്കിയാൽ മതി. ഈ 10 സെക്കൻഡ് നിങ്ങൾ നോക്കിയാൽ പിന്നീട് നിങ്ങൾക്ക് കാഴ്ചയല്ല ഉണ്ടാകുന്നത്, അന്ധതയാണ്. അപ്പൊ വെളിച്ചത്തിന്റെ തീവ്രതയിൽ നമുക്ക് കാഴ്ചയല്ല ഉണ്ടാകുന്നത്, വെളിച്ചത്തിന്റെ തീവ്രതയിൽ അന്ധതയാണ് ഉണ്ടാകുന്നത്. അതെ, ഇവിടെ നേരെ ഇരിക്കുന്ന ലൈറ്റിലോട്ട് ഒരു 10 സെക്കൻഡ് നോക്കിയാൽ മതി. എന്നിട്ട് നിങ്ങളുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ നിങ്ങളുടെ മുഖം എല്ലാം ഇരുണ്ടിരിക്കുന്നത് പോലെ തോന്നത്തുള്ളൂ. വെള്ള വസ്ത്രമൊക്കെ കാണാം, പക്ഷെ മുഖമൊന്നും കൃത്യമായിരിക്കത്തില്ല. ഇത് അടുത്തുകൂടാത്ത വെളിച്ചം. പീപ്പിൾ കനോട്ട് ഗോ നിയർ ഇറ്റ്. 200 വോൾട്ടിൻ്റെ LED ലൈറ്റിൻ്റെ പ്രഭ പോലും ഉൾക്കൊള്ളാൻ കരുത്തുള്ള കണ്ണല്ല നമ്മുടേത്. അതുകൊണ്ടാണ് പറയുന്നത് അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവൻ. ആ വെളിച്ചത്തിൻ്റെ തീവ്രത നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ഒരു കാര്യം പറയാം. ഞാൻ ലോകത്തിൽ 5 ഭൂഖണ്ഡങ്ങളിൽ യാത്ര ചെയ്തിട്ടുള്ള ഒരാളാണ്. ഈ എൻ്റെ സഞ്ചാരപഥങ്ങളിൽ ഞാൻ ഏറ്റവും അധികം വെളിച്ചം പ്രകാശിക്കുന്നത്, സൂര്യൻ ബ്രൈറ്റായിട്ട് നിൽക്കുന്നത് കണ്ടിട്ടുള്ളത് മിഡിൽ ഈസ്റ്റിലാണ്, അതായത് ഗൾഫ് രാജ്യങ്ങളിലാണ്. ഉച്ചയ്ക്ക് ഒരു 12 മണിക്കൊക്കെ ഇറങ്ങി നിന്നാൽ കണ്ണഞ്ചുന്ന പ്രഭയാണ്. അപ്പോൾ പൗലോസ് മിഡിൽ ഈസ്റ്റിലാണ് നിൽക്കുന്നത്, ദമസ്കോസിൽ നട്ടുച്ചയ്ക്ക്, അത് അദ്ദേഹത്തിൻ്റെ വാക്കിലാണ് അദ്ദേഹം പറയുന്നത്, നട്ടുച്ചയ്ക്ക് സൂര്യനെ കവിഞ്ഞ ഒരു വെളിച്ചം. ആ വെളിച്ചം ഈ മനുഷ്യനെ കൊണ്ട് ചുറ്റി മിന്നിയിട്ട് 3 ദിവസത്തേക്ക് കാഴ്ചയും പോയി. നിങ്ങളത് ആലോചിക്കുക. അപ്പോൾ അതെന്തോ വെളിച്ചമായിരിക്കുന്നു. ഈ വെളിച്ചത്തിലാണ് കർത്താവ് ഇരിക്കുന്നത്. അതിൻ്റെ ഒരു ചെറിയ ലെവൽ ഈ പൗലോസിന്റെ കണ്ണിലേക്കൊന്ന് അടിച്ചപ്പോൾ കാഴ്ചയും പോയി. 3 ദിവസം കഴിഞ്ഞ് തല കൈവച്ച അനന്യാസ് പ്രാർത്ഥിച്ചപ്പോഴേ കാഴ്ച തിരിച്ചു വന്നേ. ദൈവം അങ്ങനെ ഇരിക്കുന്നേ. ഈ 104-ാം സങ്കീർത്തനത്തിൽ വായിക്കുന്നുണ്ട്, വസ്ത്രം ധരിക്കുന്നത് പോലെ വെളിച്ചം ധരിച്ചിരിക്കുന്നു. വെളിച്ചത്തിനകത്ത് അവിടുന്ന് ഇരിക്കുന്നത്. നമ്മുടെ ഈ കണ്ണുകൾ കൊണ്ട് അങ്ങോട്ട് ചെല്ലാൻ പറ്റത്തില്ല. കർത്താവ് യേശു ക്രിസ്തു ഇരുന്നതും ആ വെളിച്ചത്തിനകത്താണ്. പക്ഷേ അവിടുന്ന് ഇറങ്ങി വന്നപ്പോൾ ഈ വെളിച്ചം ആരും കണ്ടില്ല. എന്തുകൊണ്ടാണ് കാണാഞ്ഞത്? ഹി എംപ്റ്റീഡ് ഹിംസെൽഫ്. തന്നെത്താൻ ഒഴിച്ചു. അതിൻ്റെ ഒരു ചെറിയ ലെവൽ കണ്ടത് മറുരൂപ മലയിലാണ്. ആരാ? പത്രോസ്, യാക്കോബ്, യോഹന്നാൻ. അവൻ്റെ മുഖൻ
സൂര്യൻ ശക്തിയോടെ പ്രകാശിക്കുന്നത് പോലെ ആയിരുന്നുവെന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പൊ കർത്താവ് ഒരിക്കൽ മാത്രമേ അവിടുത്തെ ദൈവത്വത്തിൻ്റെ ആ ഭാവം മനുഷ്യന്റെ കണ്ണിന്റെ മുൻപിൽ പ്രദർശിപ്പിച്ചിട്ടുള്ളൂ. അത് മറുരൂപമലയില്ല. എന്നാൽ ബാക്കി സമയങ്ങളിലെല്ലാം അത് മറച്ചു പിടിച്ചിരിക്കുന്നു. അതാ വായിക്കുന്നത്, ഹി എംപ്റ്റീഡ് ഹിംസെൽഫ്, തന്നെത്താൻ ഒഴിച്ചു. ആറാമത്തെ കാര്യം, അവൻ മരണത്തോളം തന്നെത്താൻ താഴ്ത്തി എന്ന് പറയുന്നതാണ്. ഏഴാമത്തെ കാര്യം, ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി തീർന്നു. അപ്പോ താഴ്ചയുടെ 7 പടവുകൾ ഇറങ്ങി വന്നിട്ടാണ് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് മരിക്കത്തക്ക വിധത്തിലായത്. അവിടുന്ന് ആരായിരുന്നു? ദൈവമായിരുന്നു. ഒന്നാമത്തെ കാര്യം, ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചില്ല. രണ്ടാമത്തെ കാര്യം, ദാസരൂപം എടുത്തു. മൂന്നാമത്തെ കാര്യം, മനുഷ്യ സാദൃശ്യത്തിലായി. നാലാമത്തെ കാര്യം, വേഷത്തിൽ മനുഷ്യനായി. അഞ്ചാമത്തെ കാര്യം, തന്നെത്താൻ ഒഴിച്ചു. ആറാമത്തെ കാര്യം, മരണത്തോളം തന്നെത്താൻ താഴ്ത്തി. ഏഴാമത്തെ കാര്യം, ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി. അവിടെ ആ 2 പദങ്ങൾ നിങ്ങളൊന്ന് ശരിക്കും ശ്രദ്ധിക്കണം കേട്ടോ. മരണത്തോളം തന്നെത്താൻ താഴ്ത്തി, ക്രൂശിലെ മരണത്തോളം. അതന്നെ ഈ മരണത്തോളം എന്ന് പറഞ്ഞിട്ട് ക്രൂശിലെ മരണം എന്ന് എടുത്തു പറയുന്നത്. അതെ, മരണവും ക്രൂശിലെ മരണവും രണ്ടും രണ്ടാ. അതാ ഹല്ലേലൂയ. മരണം എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ മരിക്കുന്നു, എല്ലാ മനുഷ്യരും മരിക്കുന്നു, അത് മരണം. പക്ഷേ കുരിശിലെ മരണം എന്ന് പറഞ്ഞാൽ സംഗതി വേറെയാ. അത് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയാം. കുരിശിൽ മരിക്കുന്നവൻ 1000 വട്ടം മരിക്കുന്നെന്നാ പറയുന്നത്. അപ്പൊ ഒരു മരണമാണ്, പക്ഷേ അത് 1000 വട്ടം മരിക്കുന്നത് പോലെയാ. അതാ കുരിശിലെ മരണത്തിന്റെ ഒരു പ്രത്യേകത. ഞാനതൊന്ന് വിശദീകരിച്ചോളാം. ഈ കുരിശെന്ന് പറയുന്ന ഈ സാധനം ഉണ്ടല്ലോ, കുരിശ്. സത്യത്തിൽ ഈ കുരിശെന്ന് പറയുന്നത് നമ്മൾ ഇന്ന് പള്ളികളിൽ കാണുന്ന കുരിശ് മാത്രമല്ല, പല ടൈപ്പ് കുരിശുണ്ട്. അതിലൊരു കുരിശാണ് സാധാരണ കുരിശെന്ന് പറയുന്നത്. അതൊരു നെടും തടിയ, ഈ തൂണ് പോലെ ഒറ്റ കാല. അതാണ് നോർമൽ ക്രോസ്. രണ്ടാമതൊരു ക്രോസ് ഉണ്ട്, അത് സെന്റ് ആൻഡ്രൂസ് ക്രോസ്, വിശുദ്ധ അന്ത്രോയോസിന്റെ കുരിശ്. അത് ഇംഗ്ലീഷ് അക്ഷരമാലയിലെ ക്യാപിറ്റൽ ലെറ്റർ എക്സ് ആകൃതിയിലായിരിക്കുന്നത്. മൂന്നാമത്തെ കുരിശുണ്ട്, അതാണ് സെന്റ് ആന്റണീസ് ക്രോസ്, വിശുദ്ധ അന്തോണിയുടെ കുരിശ് എന്ന് പറയാം. അത് ക്യാപിറ്റൽ ലെറ്റർ ടി ആകൃതിയിലായിരിക്കുന്നത്. നാലാമത്തെ കുരിശുണ്ട്, അതാണ് ലത്തീൻ കുരിശ് എന്ന് പറയും. മറ്റൊരു പേരാണ് റോമൻ കുരിശ്. അതാണ് നമ്മൾ ഈ ചിത്രത്തിലെല്ലാം കാണുന്നത്, പള്ളിയിലൊക്കെ വെച്ചിട്ടുള്ളത്. ഈ ലത്തീൻ കുരിശ, റോമൻ കുരിശ്. കർത്താവായ യേശു ക്രിസ്തു ക്രൂശിക്കപ്പെട്ടത് ഈ ലത്തീൻ കുരിശില, റോമ കുരിശില. ഇനി ഈ ക്രൂശ് മരണം എന്ന് പറയുന്ന ഈ കിരാതമായ ശിക്ഷാ നടപടി ഉലക ചരിത്രത്തിലേക്ക് പ്രവേശിച്ച കാലം അറിയണം. യേശുവിൻ്റെ മരണത്തിലല്ല, യേശു മരിക്കുന്നതിന് 330 വർഷത്തിന് മുമ്പ് ഈ സംഭവം നിലവിലുണ്ടായിരുന്നു. അതായത് BC 300-ലാണ് കുരിശുമരണം ചരിത്രത്തിലേക്ക് വരുന്നത്. അങ്ങനെ ഒരു സംഭവത്തെ ലോകത്തിന് പരിചയപ്പെടുത്തി കൊടുക്കുന്ന മനുഷ്യന്റെ പേര് സെമിറാമീസ് എന്ന. അത് ഫൊയ്നിക്കയിലായിരുന്നു, പിന്നീട് കാർത്തേജിലെത്തി, അവിടുന്ന് റോമൻ സാമ്രാജ്യത്തിന്റെ ശിക്ഷാ നടപടിയും ഭാഗമായി. അപ്പം 330 AD 30-ലാണ് യേശു മരിക്കുന്നത്. BC 4-ൽ യേശു ജനിക്കുന്നു, AD 30-ൽ യേശു മരിക്കുന്നു. അതാ ഞാൻ പറഞ്ഞത്, 330 വർഷത്തെ പാരമ്പര്യമുണ്ട്. യേശു മരിച്ചിട്ട് ഏതാണ്ട് ഒരു 300 വർഷം കൂടെ കുരിശുമരണം നിലവിലിരുന്നു. AD 313-ലാണ് കുരിശുമരണം നിർത്തലാക്കുന്നത്. അതുവരെ ഈ കിരാതമായ ശിക്ഷാ നടപടി നിലവിലിരുന്നു. അപ്പൊ ഈ ഏതാണ്ട് 600 വർഷത്തെ ഈ പാരമ്പര്യത്തിൽ കുരിശുമരണത്തിന്
കുറേ വിശേഷതകളുണ്ട്. അത് ശരിക്കും ഒന്ന് മനസ്സിലാക്കണം. ഈ സാധാരണയായി കുരിശിക്കുന്നയാളെ കൈ തലയ്ക്ക് മുകളിലേക്ക് വലിച്ചു വെച്ചും കാലുകൾ ഒന്നിൻ്റെ പുറത്ത് മറ്റൊന്നായി കയറ്റിവെച്ചുമൊക്കെയാണ് ആണിയടിക്കുന്നത്. ചിലപ്പോൾ കെട്ടുകയോ ആയിരിക്കും. ചിലരെ വളരെ അപൂർവമായി തല കീഴായി ക്രൂശിക്കും. അങ്ങനെ ക്രൂശിക്കപ്പെട്ട ഒരാളാണ് പത്രോസ്. ഇനിയും അവിടെ ഈ മരണത്തിൻ്റെ സ്പെഷ്യാലിറ്റി നിങ്ങൾ അറിയണം. ഈ 3 ആണിയിൽ ഈ ശരീരം തൂങ്ങിക്കിടക്കുന്നു എന്ന് പറയുമ്പോൾ ഒരു 80 കിലോ ഭാരമുള്ള ഒരു ശരീരം നിങ്ങൾ കരുതിക്കോ. 3 ആണിയിൽ തൂങ്ങിക്കിടക്കുകയാണ്. ഈ ശരീരം ഞാൻ ഈ തറയിൽ പാദമുറപ്പിച്ച് നിൽക്കുന്നത് പോലെ ആയിരിക്കത്തില്ല നിൽക്കുന്നത്. ഇത് മുട്ടിൽ വലിഞ്ഞ് താഴേക്ക് തൂങ്ങിക്കിടക്കുകയായിരിക്കും. ഇങ്ങനെ ഈ മുട്ടിൽ വലിഞ്ഞ് താഴേക്ക് ഈ ശരീരം തൂങ്ങിക്കിടക്കുമ്പോൾ ആണിപ്പാടുകൾ വിങ്ങും, നാഡീ നരമ്പുകൾ മുഴുവൻ വലിയും, ഓരോ കോശങ്ങളിലും വേദനയുണ്ടാകും. കഠിനമായ വേദനയായിരിക്കും അത്. ഈ സമയത്ത് ഈ ശരീരത്തിൽ ഉണ്ടാകുന്ന കുറേ സംഭവങ്ങളുണ്ട്. അതിലൊന്നാണ് കഠിനമായ ദാഹം എന്ന് പറയുന്നത്. ഈ കഠിനമായ ദാഹം എന്ന് പറയുമ്പം ഈ നാഡീനരമ്പുകളെല്ലാം വലിഞ്ഞു നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഫീലാണ് കഠിനമായ ദാഹം. നമ്മളത് സാധാരണ പാടാറുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു പാട്ടാണ്. കഠിനദാഹം പീഡിച്ചതീനാ കാടി വാങ്ങാൻ ഇടയായോ. ഡിലേ തരാമോ? കഠിനദാഹം പീഡിച്ചതീനാ കാടി വാങ്ങാൻ ഇടയായോ. ഉടുപ്പും കൂടി ചീട്ടിട്ട് ഉടുമ്പും കുത്തി തുറന്നു രുതിരം ചിന്തി. ഉടുമ്പും കുത്തി തുറന്നു രുതിരം ചിന്തി. ഈ കഠിനദാഹം പിടിച്ചതിനാൽ കാടി വാങ്ങാൻ ഇടയായോ എന്ന് പാടുമ്പോൾ നമ്മൾ ചിന്തിക്കുന്ന യേശു കാടി കുടിച്ചെന്ന്. കാടി എന്ന് പറഞ്ഞ കള്ളിമൂട്ടിൽ എന്താ പറയുന്നത്? എന്നാ സാധനം? മൃഗങ്ങൾ കൊടുക്കുന്ന തലേന്നത്തെ കഞ്ഞിവെള്ളവും ബാക്കി വന്ന് ചോറും ഇല്ലയോ, പഴത്തൊലി എല്ലാം കൂടി ഇട്ട് ഭക്ഷണത്തിന്റെ അവശിഷ്ടങ്ങളെല്ലാം കൂടെ കിടക്കുന്ന ആ പുളിച്ച സാധനത്തിന്റെ പേരാണ് കാടി. അപ്പൊ നമ്മൾ ഈ പാടുന്നത് കാടി വാങ്ങാൻ ഇടയായോ എന്ന് ചിന്തിക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് ചിന്തിക്കുന്ന യേശു കാടി കുടിച്ചെന്ന. അത് പാട്ടിന്റെ വാക്ക് മാത്രമാണ്. യേശു കാടി കുടിച്ചില്ല കേട്ടോ. പാട്ടിൽ ആ വാക്ക് ഉണ്ടെന്നേ ഉള്ളൂ. യേശു കുടിച്ചത് കാടിയല്ല. ബൈബിൾ പറയുന്നത് കയ്പ് കലക്കിയ വീഞ്ഞു കുടിപ്പാൻ കൊടുത്തെന്ന. കൊടുത്തത് വീഞ്ഞ, പക്ഷെ അതിനകത്ത് കയ്പുണ്ടായിരുന്നു. ആ കയ്പെന്ന് പറയുന്നത് കയ്പെന്ന രസമല്ല, കയ്പെന്ന ഒരു വസ്തുവാണ്. അതെന്തുവാന്ന് ഞാൻ പറയാം. ഈ നിങ്ങൾ ആരെങ്കിലും സർജിക് ടേബിളിൽ കയറിയിട്ടുണ്ടോ? സർജറി ചെയ്ത അപ്പൊ ഈ സർജറി ടേബിളിൽ കയറി കിടന്നിട്ട് സർജറി ഡ്രസ്സൊക്കെ ഇട്ട് കിടക്കുന്ന നമ്മളോട് ഡോക്ടർ പറയും കുത്താൻ പോവാണ് അനസ്തേഷ്യ. സത്യത്തിൽ കുത്താൻ പോവാന്ന് പറയുന്നത് നമുക്കറിയത്തുള്ളൂ, കുത്തിയത് പോലും അറിയത്തില്ല. അങ്ങനെ അതിൻ്റെ ഒരു രീതി. കുത്തുന്നതിന് മുമ്പേ നമ്മുടെ ബോധം പോകും. അപ്പം ഇതുപോലെ ഈ കുരിശി കിടക്കുന്ന വ്യക്തിക്ക് ഞാൻ ആദ്യം പറഞ്ഞല്ലോ കഠിന വേദനയാണ്. ഓരോ കോശങ്ങളിലും വേദന ഉണ്ടാകും. അപ്പൊ ആ വേദന നിമിത്തം ഇവർ അലറിക്കരയുമ്പോ ഇവർക്ക് ഈ ബോധക്ഷയം വരാൻ കൊടുക്കുന്ന ഒരു തരം ലായനിയാണ് കയ്പ് കലക്കിയ വീഞ്ഞ്. അത് ഈ അനസ്തേഷ്യ പോലെയുള്ള ഒരു സാധനമാണ്. ഇനി കയ്പെന്ന് പറയുന്നതിന് ഒരു ലിറ്ററൽ ടേമുണ്ട്.
മീറ്റിംഗ് കഴിഞ്ഞിട്ട് വ്യക്തിപരമായി എന്നോട് ചോദിച്ചാൽ ഞാൻ പറഞ്ഞുതരാം. ഇത്ര പബ്ലിക്കലി ഇപ്പോൾ ഇത്ര അറിഞ്ഞാൽ മതി. അത് ഒരു സാധന, അതൊരു ഒരു മനുഷ്യനെ മയക്കുന്ന ഒരു സാധന, ബോധക്കേട് വരുത്തുന്ന ഒരു സാധന. കഠിനമായ ദാഹം കർത്താവിനുണ്ടെങ്കിൽ ഞാൻ എൻ്റെ കർത്താവിനെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. കർത്താവ് അത് കുടിച്ചില്ല. ഒന്നുകൂടെ പറഞ്ഞാൽ, യേശു കുരിശിൽ ബോധം കെട്ടല്ല കിടന്നത്. ഒരു സ്ത്രീ ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കുന്നതാണ് ലോകത്തിലെ ഏറ്റവും വലിയ വേദന. ശരീരത്തിലെ പല അസ്ഥികൾ നുറുങ്ങി വേദന അനുഭവിച്ചാണ് ഒരു കുഞ്ഞിന് ഒരു സ്ത്രീ ജന്മം നൽകുന്നത്. ആ ജന്മം നൽകുമ്പോൾ ആ നോർമൽ ഡെലിവറിയിൽ ഒരിക്കലും സ്ത്രീക്ക് ബോധക്കേട് വരത്തില്ല, വരാൻ പാടില്ല. സ്ത്രീക്ക് ബോധക്കേട് ഉണ്ടായാൽ ഡെലിവറി നടക്കത്തില്ല. അമ്മ കുഞ്ഞിന് ജന്മം നൽകുമ്പോൾ ആ വേദന മുഴുവൻ പൂർണ്ണ ബോധത്തിൽ അനുഭവിച്ച അമ്മയാ കുഞ്ഞിന് ജന്മം നൽകുന്നത്. വാസ്തവത്തിൽ ഇതുപോലെയായിരുന്നു യേശു. ഇബ്രാഹിം ലേഖനത്തിൽ ഒരു വാക്യം ഇവിടെ ഓർത്തു വെക്കണം. അനേകം പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്താൻ രക്ഷാനായകനെ കഷ്ടാനുഭവങ്ങളിൽ തികഞ്ഞവനാക്കുന്നത് പിതാവിന് യുക്തമായി തോന്നി. കയ്പ് കലയ്ക്ക് വീഞ്ഞു കുടിച്ചു ബോധരഹിതനായി യേശു കുരിശിൽ കിടക്കുകയല്ലായിരുന്നു. മനുഷ്യന്റെ പാപത്തിന് വേണ്ടി മരിക്കുന്നവൻ ആ വേദന മുഴുവൻ അനുഭവിക്കുകയായിരുന്നു. അതുകൊണ്ട് നമ്മൾ വായിക്കുന്നത്, നമുക്കെല്ലാവർക്കും വേണ്ടി മരണം ആസ്വദിച്ചവൻ. രാമൻ പറഞ്ഞാട്ടെ. ഇനി അതുമാത്രമല്ല ഈ കുരിശുമരണത്തിൻ്റെ ഒരു പ്രശ്നം. ഈ കുരിശ് കിടക്കുമ്പോൾ ഈ ശരീരം ഇങ്ങനെ വലിഞ്ഞു നിൽക്കുമ്പോൾ രണ്ട് കാര്യങ്ങളൂടെ വേറെ സംഭവിക്കും. ഒന്ന് ദാഹമാണ്, രണ്ട് ശ്വാസോച്ഛ്വാസം കഴിക്കാൻ പറ്റില്ല. അതായത് ബ്രീത്തിങ് നടക്കത്തില്ല. ഇപ്പൊ ഇവരെന്ത് ചെയ്യുന്നറിയോ? ഈ ശ്വാസം കഴിക്കുവാൻ ബന്ധപ്പെടുമ്പോൾ ശ്വാസം മുട്ടലേ, ഈ ശ്വാസം കഴിക്കുവാൻ ബന്ധപ്പെടുമ്പോൾ നിങ്ങൾ ഈ കുരിശിലെ ഈ പാദം വെക്കുന്ന ഒരു തടിക്കഷ്ണം കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ലെങ്കിൽ ഇന്ന് കുരിശു ഒന്നുകൂടെ പോയി നോക്കണം. എല്ലാ ചിത്രങ്ങളിലും അത് കാണും. പാദമടിച്ചുറപ്പിച്ചിരിക്കുന്ന ഒരു തടിക്കഷ്ണം. അതെന്തിനാന്ന് ചോദിച്ചാൽ, ഈ ശ്വാസം കഴിക്കാൻ കഴിയാതെ ബന്ധപ്പെടുന്ന ഇവരെന്ത് ചെയ്യുന്നറിയോ? ഈ തടിക്കഷണത്തിൽ പാദം ഊന്നി മുട്ടിൽ ബലം കൊടുത്ത് ഈ ശരീരത്തെ വലിച്ചുയർത്തും. അങ്ങനെ അവരുടെ ശരീരം ഒന്ന് നോർമൽ ആകുമ്പോൾ ശ്വാസം കഴിക്കാൻ പറ്റും. ഇനി ഇതിൻ്റെ അടുത്ത ഒരു പ്രശ്നം, ബ്ലഡ് സർക്കുലേഷൻ നടക്കത്തില്ല. ഞാൻ ആ ശ്വാസോച്ഛ്വാസത്തിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് ഒരു കാര്യം കൂടെ പറയാം. ഈ മുട്ടുടയ്ക്കുന്നില്ല, മുട്ട എന്തിനാ മുട്ടുടയ്ക്കുന്നതെന്നറിയോ? ഈ പ്രോസസ്സ് നടക്കാതിരിക്കാനാണ്. ഈ ശ്വാസം കഴിക്കുവാൻ ബുദ്ധിമുട്ടുന്ന സമയത്ത് ഈ മുട്ടിലിങ്ങനെ ബലം കൊടുത്ത് ശരീരം ഉയർത്തി പിന്നെയും ശ്വാസം എടുത്ത് പിന്നെയും ഈ പ്രോസസ്സ് ഇങ്ങനെ ചിലപ്പോൾ ദിവസങ്ങളോളം കുരിശിൽ കിടക്കാം. അതുകൊണ്ടാണ് യേശു മരിച്ചെന്ന് പീലാത്തോസിൻ്റെ അടുക്കൽ ചെന്നപ്പോൾ പീലാത്തോസ് ചോദിച്ചൊരു ചോദ്യമുണ്ട്, ഇത്ര പെട്ടെന്ന് മരിച്ചോ? കാരണം അത് സ്വാഭാവികമല്ല, പെട്ടെന്ന് മരിക്കത്തില്ല. യേശു മരിച്ചു. ഇനി അങ്ങനെ ആ മരണം വേഗതയിലാക്കാനാണ് മുട്ടുടയ്ക്കുന്നത്. പടയാളികൾ കുന്തം കൊണ്ട് ചെന്ന് കള്ളന്മാരുടെ മുട്ടുടച്ചു. പക്ഷേ യേശുവിൻ്റെ അടുക്കൽ ചെന്നപ്പോഴേക്കും സ്വന്തം ചുമലിൽ തല ചായ്ച്ചു മരിച്ചിരുന്നു. ആമേൻ. അതെന്തുകൊണ്ടാന്ന് ഞാൻ പറയാം. യേശുവിനെ കുറിച്ച് പ്രവാചകൻ പ്രവചിച്ചത്, അവൻ്റെ അസ്ഥികളൊന്നും ഒടിഞ്ഞു പോകത്തില്ല. ഇവൻ ഒടിക്കാൻ പറ്റുന്ന അസ്ഥി അല്ല യേശുവിൻ്റെ അസ്ഥി. അവൻ അവിടെ ചെല്ലുന്നതിന് മുൻപേ മരിച്ചിരുന്നു. ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറയാം, ഇതൊരു അബദ്ധ പഞ്ചാംഗമല്ല, ഇതിനകത്ത് എഴുതിയിരിക്കുന്നത് സത്യമാണ് കേട്ടോ. അതുകൊണ്ട് കണ്ണും പൂട്ടി നിങ്ങൾക്ക് വിശ്വസിക്കാവുന്ന ഒരൊറ്റ പുസ്തകം ഉലക ചരിത്രത്തിലുള്ളൂ. ഇന്ന് രാത്രി ഞാൻ ഉയർത്തിപ്പിടിക്കുന്ന ഈ പുസ്തകമാണ്. അതുകൊണ്ട് ഇതിലെ വചനത്തെ ധൈര്യപൂർവ്വം അങ്ങ് വിശ്വസിച്ചോണം. ഒരിടത്ത് അങ്ങനെ ഒരിടത്ത് ഇങ്ങനെ അല്ല. ഈ പുസ്തകത്തിൽ അന്വേഷിച്ച് നോക്കിയാൽ ഒന്നും ഇണയില്ലാതിരിക്കത്തില്ല. ഒരാമേൻ പറഞ്ഞു. ഈ ശ്വാസോച്ഛ്വാസം എടുക്കാൻ കഴിയില്ല, ബ്ലഡ് സർക്കുലേഷൻ നടക്കില്ല. യേശുവിൻ്റെ കുരിശിൻ്റെ
ഭീകരത ഇവ മാത്രമൊന്നുമല്ല. ഈ സാധാരണ കുരിശിക്കുന്നവരെ അടിപ്പിക്കാറില്ല, പക്ഷെ യേശുവിനെ അടിക്കുകയും കൂടെ ചെയ്തു. സത്യത്തിൽ യേശുവിനെ എന്തിനാ അടുപ്പിച്ചെന്നറിയോ? യേശുവിനെ അടുപ്പിച്ചത് ക്രൂശിക്കാതെ വിട്ടയക്കാൻ വേണ്ടിയാ. കാരണം പീലാത്തോസ് ആവർത്തിച്ച് പറഞ്ഞു, ഇവനിൽ യാതൊരു കുറ്റവും കാണുന്നില്ല. അത് മാത്രമല്ല, കൊച്ചമ്മ വീട്ടിൽ നിന്ന് ലെറ്റർ കൊടുത്ത് വിട്ടിരിക്കുക, അവൻ്റെ കാര്യത്തിൽ ഇടപെടരുത്, അവൻ നീതിമാനാണ്. അപ്പൊ കൊച്ചമ്മയോട് നീതിയും കാണിക്കണം. പിടി കിട്ടുന്നുണ്ടെന്ന് ഞാൻ കരുതുന്നേ. അപ്പൊ പീലാത്തോസിന് ക്രൂശിക്കാൻ താല്പര്യമില്ല, അടിച്ച് വിട്ടയക്കാനാണ് പീലാത്തോസ് ശ്രമിക്കുന്നത്. അങ്ങനെയാണ് അടിക്കാൻ കൽപ്പിച്ചത്. പക്ഷെ അടി കൊണ്ട് യഹൂദൻ നിന്നില്ല, അവര് പറഞ്ഞു ക്രൂശിക്കണം. അങ്ങനെ അടിക്കപ്പെടുകയും ചെയ്തു, ക്രൂശിക്കപ്പെടുകയും ചെയ്തു. യേശുവിനെ അടിച്ചു എന്ന് പറയുമ്പം അതിൻ്റെ ഭീകരത മനസ്സിലാക്കണം. യേശുവിനെ അടിച്ച ചാട്ടയ്ക്കൊരു പേരുണ്ട്, ഫ്ലാഗറം. അതാ അതിൻ്റെ പേര്. മലയാളീകരിച്ച് പറഞ്ഞാൽ പൂച്ചവൽവടി. ഇതൊരു പ്രത്യേകതരം സാധനമാണ്. പല ആയുധങ്ങൾ ഘടിപ്പിക്കപ്പെട്ട ഒന്ന്. അതുകൊണ്ട് അടിച്ചാൽ മാംസം പറഞ്ഞു പോരും. അങ്ങനെ 39 അടിയാ യേശുവിനെ അടിച്ചത്. 39 അടി. നമ്മൾ വായിക്കുന്നു, അവൻ്റെ അസ്ഥികളൊക്കെയും നമുക്ക് എണ്ണാം. അവൻ്റെ അസ്ഥികളൊക്കെയും നമുക്ക് എണ്ണാം. ഇച്ചിരി ഫാസ്റ്റായിട്ട് നിന്നോട്ടെ, ഞാൻ മിഠായി മേടിച്ചേരേ. അവൻ്റെ അസ്ഥികളൊക്കെയും നമുക്ക് എണ്ണാം. ആ പരുവത്തിൽ അടിച്ച് തകർത്ത് കളഞ്ഞു. ഹല്ലേലൂയ. ഇതുകൊണ്ട് ആ പ്രവാചകൻ പറഞ്ഞത്, കണ്ടാൽ ആളല്ല എന്ന് തോന്നുമാറ്. ആളല്ലേ, അതെ, പക്ഷെ കണ്ട തോന്നത്തില്ല. അതിന്റെ അർത്ഥം എന്താണെന്നറിയാവോ? നിങ്ങൾ ഇറച്ചി മേടിക്കാൻ പോയിട്ടില്ലേ? ഇറച്ചി മേടിക്കാൻ പോകുമ്പോ ഇറച്ചിക്കടയിൽ ഇറച്ചിക്കുറങ്ങ് കെട്ടിത്തൂക്കി ഇട്ടിരിക്കുന്നത് പോലെ ദേ കുരിശിലേക്ക് നോക്കിക്കേ. യേശു ക്രിസ്തുവിനെ ആപാദ ചൂടം തകർക്കപ്പെട്ടവനായി നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും. ഹല്ലേലൂയ. അവിടുത്തെ തലയിൽ ഒരു മുൾക്കിരീടം വെച്ച് കോലുകൊണ്ട് അടിച്ചു. ഏതാണ്ട് 3 ഇഞ്ചോളം നീളമുള്ള മുള്ള് തലയിൽ വെച്ചടിച്ചപ്പോൾ തലയോട്ടി കിഴിഞ്ഞ മുള്ളുകളിൽ ഒന്ന് പുറത്തേക്ക് വന്നു എന്നാണ് പൊതുവെ പറയപ്പെടുന്നത്. അവിടുത്തെ സുന്ദരമായ മുടികളെല്ലാം ചോര വീണ് കട്ട പിടിച്ച് കിടക്കുന്നു. താടിരോമം വലിച്ചു മറിച്ചിരിക്കുന്നു. മുഖത്തു നിന്ന് ചോര ഒഴുകിയിറങ്ങുന്നു. ശരീരം മുഴുവൻ ഉഴപ്പിച്ചാല് പോലെ കീറപ്പെട്ടിരിക്കുന്നു. ഇതാ പ്രവാചകൻ പറഞ്ഞത്, കണ്ടാൽ ആളല്ല എന്ന് തോന്നുവാൻ. കണ്ടാലോ ആളറിയുകില്ല. ഉഴവുചാൽ പോൽ മുറിഞ്ഞിടുന്നു. കണ്ടാലോ മുഖശോഭ ഇല്ല. ചോരയാൽ നീറഞ്ഞൊഴുകിയിടുന്നു. മകനേ, മകളെ, നീ മാന്യനായിടുവാ. കാൽവരിയിൽ നിനക്കായി തുളയ്ക്കപ്പെട്ടു. കാൽക്കരങ്ങൾ നിനക്കായി തുളയ്ക്കപ്പെട്ടു. മകനേ, നീ നോക്കുക, നിനക്കായി തകർന്നിടുന്നു. മകളെ, നീ നോക്കുക, നിനക്കായി തകർന്നിടുന്നു. കണ്ടാൽ ആളറിയാത്തവൻ.
ഹല്ലേലൂയ. നിങ്ങൾ ആ കുരിശിലെ രൂപം ഒന്ന് കാണാൻ പറ്റുമോ? ഇടത്തും വലത്തും കിടക്കുന്ന കള്ളന്മാരിൽ കാണാൻ കഴിയാത്ത ഒത്തിരി കാര്യങ്ങൾ കാണാം. ഇടത്തും വലത്തും കിടക്കുന്ന കള്ളന്മാരെ അടിച്ചിട്ടില്ല, തലയിൽ മുൾക്കിരീടമില്ല. സ്തോത്രം. പക്ഷെ അതെല്ലാം ഈ ശരീരത്തിലുണ്ട്. ഏറ്റവും ഭീകരമായ മരണം ഞാൻ നിങ്ങളോട് പറയട്ടെ, മനുഷ്യന്റെ പാപം എത്ര കഠോരമാണോ അത്ര തന്നെ കഠോരമായിരുന്നു നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കുരിശു മരണം. ഹല്ലേലൂയ. അതാ നമ്മൾ വായിക്കുന്നത്, മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ താൻ താഴ്ത്തി. അതാ ആ വാക്കിന്റെ അർത്ഥം. താണിറങ്ങി വന്നതുകൊണ്ടാണ് കുരിശിൽ മരിക്കേണ്ടി വന്നത്. ഹല്ലേലൂയ. ഈ പല ഭക്തന്മാരും മരിച്ചപ്പോ ഇതാണോ മരണമെന്ന് പറഞ്ഞ് നിത്യതയിലേക്ക് ചേർക്കപ്പെട്ട എത്ര ഭക്തന്മാരുണ്ടെന്നറിയാമോ? ഞാൻ ഈ മരണസമയത്തെ പല എക്സ്പീരിയൻസുകൾ കേട്ടിട്ടുണ്ട് കേട്ടോ. സുന്ദരമായ മരണങ്ങൾ, മരിക്കുകയാണെന്ന് പോലും അറിയാതെ മരിച്ചവർ, പ്രത്യാശയ്ക്കകത്തേക്ക് നടന്നു കയറിയവർ. എനിക്ക് എത്ര സംഭവങ്ങൾ അറിയാം. ഇടയാറന്മുളക്കാരൻ പാട്ടെഴുതുന്ന സാധു കൊച്ചുകുഞ്ഞ് ഉപദേശി, അറിയത്തില്ലേ അദ്ദേഹത്തെ? എത്ര നല്ല പാട്ടുകൾ അദ്ദേഹം എഴുതിയിട്ടുള്ളത്. ദുഃഖത്തിൻ്റെ പാനപാത്രം ഉൾപ്പെടെ എത്ര നല്ല 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 പാട്ടുകൾ. ഈ കർത്തൃദാസൻ മരിക്കുവാൻ തുടങ്ങുകയാണ്. അദ്ദേഹത്തിൻ്റെ ചുറ്റും മക്കൾ നിന്ന് പാട്ട് പാടുന്നു. അവർ പാടുന്ന സമയത്ത് സാധു കൊച്ചുകുഞ്ഞ് ഉപദേശി കൈ ഉയർത്തി ആ പാട്ടിനെ തടഞ്ഞു. എന്നിട്ട് അദ്ദേഹം ഒരു പാട്ട് പാടുക. വൈണികന്മാരുടെ ഇമ്പനാദം കേൾക്കുന്നു ഞാൻ അക്കരെ, കേൾക്കുന്നു കേൾക്കുന്നു ഞാൻ ഹല്ലേലൂയ ഗീതം കേൾക്കുന്നു. ഇവര് മാത്രമല്ല, ഇവരെക്കാൾ കുറച്ചുകൂടെ മിടുക്കന്മാർ നിന്ന് വായിച്ചാലും ഭംഗിയാകുന്നതിനേക്കാൾ ഭംഗിയിൽ സ്വർഗത്തിൽ വീണ മീട്ടുന്ന വൈണികന്മാരുടെ വീണ മീട്ടുന്ന ശബ്ദം കേട്ട്, ആ പാട്ട് കേട്ട് ഹല്ലേലൂയ നിത്യതയിലേക്ക് ചേർക്കപ്പെട്ട ഒരു ദൈവഭക്തൻ. ഹല്ലേലൂയ. ഞാനത് പറയുമ്പോൾ എൻ്റെ മനസ്സിൽ ഇങ്ങനെ പാട്ടുകൾ ഇങ്ങനെ കയറി കയറി വരിക. ഈ പ്രത്യാശയെക്കുറിച്ച് പാടിയ പാട്ടുകൾ. OM രാജുക്കുട്ടി പാസ്റ്റർ പാടിയ ഒരു പാട്ടുണ്ട്, കൺകൾ കാണാ മറുകര ഇമ്പങ്ങൾ വിരിയും തീരങ്ങൾ സ്വർണ്ണ സരപ്പളികളാൽ കണ്ണഞ്ചിക്കുന്ന വീഥികൾ എൻ സ്വന്തമായി തീരുമ്പോൾ യേശുവിൻ മുഖം കാണും ഞാൻ, പൊൻ വീണകളിൽ പാടും ഞാൻ. അങ്ങനെയാണ് മരണത്തിലോട്ട് കയറുന്നത്. ഗ്ലോറി. ഇതാണ് ഭക്തന്റെ മരണം. 1970 കായംകുളത്ത് ഒരു ദൈവമനുഷ്യൻ മരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ സഹോദരൻ കൊട്ടാരക്കര TPM ഫെയ്ത്ത് ഹോമിലെ പാസ്റ്ററാണ്. വാളകൻ TPM ഫെയ്ത്ത് ഹോമിലെ പാസ്റ്ററാ. കൊട്ടാരക്കരയിലേക്ക് കായംകുളത്ത് നിന്ന് ഒരു ഫോൺ വന്നു. എല്ലായിടത്തും ഫോണില്ലാത്ത കാലമാണ്. അവിടുന്ന് ഒരു സഹോദരൻ സൈക്കിൾ ചവിട്ടി വാളകത്ത് എന്ന് പാസ്റ്ററോട് പറഞ്ഞു. കിട്ടിയ വണ്ടിക്ക് കയറി കായംകുളത്ത് എന്നപ്പോൾ ചേട്ടൻ മരിക്കാറായി കട്ടിലിൽ കിടക്കുകയാണ്. ആ മരിക്കാറായി കട്ടിലിൽ കിടക്കുന്ന അച്ചായനോട് എന്തെങ്കിലും ഒന്ന് ചോദിക്കാൻ വേണ്ടി ഈ പാസ്റ്ററായിട്ടുള്ള ദൈവദാസൻ ചോദിച്ചു, അച്ചായ ഞാൻ സൈഡിലോട്ടൊന്ന് മാറ്റി കിടത്തട്ടെ എന്ന് ചോദിച്ചപ്പോൾ ഈ മരിക്കാൻ തുടങ്ങുന്ന അച്ചായൻ പാസ്റ്ററോട് ചോദിക്കുക, കുഞ്ഞുഞ്ഞേ ഒരു പാസ്റ്ററായിട്ട് നിനക്ക് കാണാൻ മേലേ? എന്നെ കൊണ്ടുപോകാൻ വെള്ളവസ്ത്രം ധരിച്ച ദൂതന്മാർ വരുന്നത് കണ്ടോ? അവർ വന്നാൽ അവർക്ക് ഇരിക്കാൻ ഈ കിടക്ക മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ അവർക്കിരിക്കാൻ വേണ്ടി കട്ടിലിൻ്റെ സൈഡ് മാറ്റിയിട്ടിരിക്കുകയാണ്. മരിക്കുന്നതിന് തൊട്ട് മുമ്പ് വെള്ളവസ്ത്രം ധരിച്ച ദൂതന്മാരെ കണ്ട് മരിക്കുന്ന കർത്തൃദാസന്മാർ. അങ്ങനെ നമ്മൾ പാടുന്നതാ. ആ സമയത്താ വളരെ പ്രത്യാശ നിർഭരമായ ഒരു പാട്ടുണ്ടായത്.
ശുഭ്രവസ്ത്രധാരിയ എന്റെ പ്രിയന്റെ മുൻപിൽ ഹല്ലേലൂയ പാടിയിടും ഞാൻ. ഒന്നുകൂടെ പഠിക്കാം എല്ലാവരും കൂടെ ചേർന്ന്. ശുഭ്രവസ്ത്രധാരിയ എന്റെ പ്രിയന്റെ മുൻപിൽ ഹല്ലേലൂയ പാടിയിടും ഞാൻ. പാടണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. സമയമില്ലാത്തത് കൊണ്ട് സന്ദേശം വളരെ ലെങ്തിയാണ്. എനിക്കറിയാം ഈ അരമണിക്കൂർ പ്രസംഗിക്കുന്നതിനേക്കാൾ ആശയം ക്ലിയറാകും ഒറ്റ ലൈൻ പാട്ടിനകത്ത്. അപ്പം അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്കൊരു പാട്ടിൻ്റെ 1-2 ലൈനുകളൊക്കെ പാടുന്നത്. അപ്പോൾ വെള്ളവസ്ത്രം ധരിച്ച് എതിരേൽക്കുവാൻ വരുന്ന ദൂതന്മാരെ കണ്ടുകൊണ്ട് മരണത്തിനകത്തേക്ക് കയറുന്ന ഭക്തന്മാർ, ഇതാ മരണം. അതുകൊണ്ടാണ് പറയുന്നത്, ഭക്തൻ മരിക്കുന്നത് പോലെ ഞാൻ മരിക്കട്ടെ. ഭക്തന്റെ മരണത്തിനൊരു പ്രാധാന്യതയുണ്ട്. പക്ഷേ യേശു ക്രിസ്തു ഇങ്ങനല്ല മരിക്കുന്നത്. ഹല്ലേലൂയ. മരണത്തോളം, ക്രൂശിലെ മരണത്തോളം എന്റെ കർത്താവ് താണിറങ്ങി വന്നു. ഇവിടെ ഒരു ചോദ്യം, യേശുവേ അങ്ങ് എന്തിനാ ഇങ്ങനെ മരിക്കുന്നേ? എന്തിനാ മരിക്കുന്നേ? അതവിടെ വായിക്കുന്നത്, ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി. കള്ളിമൂട് സ്വദേശികളോട്, ഈ ശബ്ദപരിധിക്കകത്ത് ഞങ്ങളെ കേൾക്കുന്ന ബഹുമാന്യരായ ശ്രോതാക്കളോട് മനസ്സും ഹൃദയവും തുറന്നു പറയട്ടെ, എന്തിനാണ് മരണമില്ലാത്തവൻ 7 പടി താണിറങ്ങി വന്ന് ഈ വിധത്തിലൊരു മരണം ഏറ്റെടുത്തെന്നറിയാമോ? നിന്റെ പാപത്തിന് വേണ്ടിയാണ്. ഹല്ലേലൂയ. അതാ പറയുന്നത്, ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി. നോട്ട് ഫോർ ഹിസ് മിസ്റ്റേക്ക്, അവിടുത്തെ മിസ്റ്റേക്കിലല്ല. നോട്ട് ഫോർ ഹിസ് ഫെയിലിയർ, അവിടുത്തെ പരാജയ നിമിത്തമല്ല. ബട്ട് ഫോർ അവർ സിൻസ്, നമ്മുടെ പാപത്തിനു വേണ്ടി. ഇന്ന് രാത്രി ഞാൻ എന്നെ കേൾക്കുന്ന പ്രബുദ്ധരായ പ്രിയപ്പെട്ടവരോട് പറയട്ടെ, ഹല്ലേലൂയ, യേശു ഇങ്ങനെ മരിച്ചത് നിങ്ങളുടെ പാപത്തിന് വേണ്ടിയാ, നിങ്ങളുടെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടിയാ. റോമാലേഖനത്തിൽ പറയുന്നു, ഗുണവാന് വേണ്ടി ആരെങ്കിലും മരിക്കുമായിരിക്കും, പക്ഷെ നീതിമാനു വേണ്ടി മരിക്കുന്നത് ദുർലഭം. അത് ഗ്രേഡാ. ഗുണവാന് വേണ്ടി മരിക്കും, നീതിമാനു വേണ്ടി മരിക്കുന്നത് ദുർലഭം. എന്നിട്ട് പറയുക, ക്രിസ്തുവോ നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി. ഗുണമുള്ളത് കൊണ്ടല്ല, നമ്മൾ നീതിമാന്മാരായത് കൊണ്ടല്ല, നമ്മൾ അഭക്തരായിരിക്കുമ്പോൾ തന്നെ, നമ്മൾ പാപികളായിരിക്കുമ്പോൾ തന്നെ അവിടുന്ന് നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി. അങ്ങനെ പറയുന്നത് മത്തായി സുവിശേഷം 26:28, ഇത് അനേകർക്ക് വേണ്ടി പാപമോചനത്തിനെ ചൊരിയുന്ന പുതിയ നിയമത്തിനുള്ള എൻ്റെ രക്തം. യേശുവിന്റെ രക്തം പാപമോചനത്തിന് വേണ്ടി ഉള്ളത്. ഇതാണ് യോഹന്നാൻ പറഞ്ഞ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. 2 കൊരിന്ത്യർ ലേഖനം 5:21, പാപമറിയാത്തവനെ നാം അവനിൽ ദൈവത്തിന്റെ നീതിയാകേണ്ടതിന് നമുക്ക് വേണ്ടി പാപമാക്കി. കേട്ടോ, പാപമറിയാത്തവനാ. എല്ലാവരും കൂടെ പറഞ്ഞ്, യേശുവാരാ? പാപമറിയാത്തവൻ. മലയാളം ബൈബിളിൽ എഴുതിയിരിക്കുന്നതിനേക്കാൾ ഗംഭീരമായി ഇംഗ്ലീഷ് ബൈബിളിലുണ്ട്, ക്രൈസ്റ്റ് നെവർ സിൻഡ് ബട്ട് ഗോഡ് ട്രീറ്റഡ് ഹിം ആസ് എ സിന്നർ. യേശു പാപം ചെയ്തിട്ടില്ല, പക്ഷേ പിതാവാം ദൈവം പാപിയെ പോലെ അവനെ ട്രീറ്റ് ചെയ്തു, പാപമാക്കി. അതാ പറയുന്നത്, പാപമറിയാത്തവൻ പാപമാക്കപ്പെട്ടു. ആരുടെ പാപമാണ്? അത് യോഹന്നാൻ പറഞ്ഞു, ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ പറയാം, യേശു ചുമന്നത് ആരുടെ പാപമാണ്? യേശു വഹിച്ചത് ആരുടെ പാപമാണ്? യേശു മരിച്ചത് ആരുടെ പാപത്തിന് വേണ്ടിയാണ്? എനിക്ക് വേണ്ടി, നിങ്ങൾക്ക് വേണ്ടി. ഹല്ലേലൂയ. എബ്രായർ ലേഖനം 9:28, ക്രിസ്തുവും അങ്ങനെ തന്നെ
അനേകരുടെ പാപങ്ങളെ ചുമപ്പാൻ ഒരിക്കൽ അർപ്പിക്കപ്പെട്ടു. പാപങ്ങളെ ചുമപ്പാൻ അർപ്പിക്കപ്പെട്ടു. എബ്രായലേഖനം 10:12 യേശുവോ പാപങ്ങൾക്ക് വേണ്ടി ഏകയാഗം കഴിച്ചു. പാപങ്ങൾക്ക് വേണ്ടി. 1 പത്രോസ് 2:24 നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് അവൻ തന്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് കുരിശിൽ മരിച്ചു. യേശുവേ, അങ്ങെന്തിനാ കുരിശിൽ മരിക്കുന്നത്? മോനെ, നിന്റെ പാപത്തിന് വേറെ പരിഹാരമില്ല. വിതൗട്ട് ഷെഡിങ് ദ ബ്ലഡ് ഈസ് നോ റെമിഷൻ. രക്തം ചൊരിയാതെ വിമോചനം ഇല്ല. രക്തം ചൊരിയാതെ വിമോചനമില്ല എന്നുള്ള ദൈവത്തിൻ്റെ കോടതിയുടെ കൽപ്പന പ്രകാരം നമ്മുടെ പാപത്തെ ഏറ്റെടുത്തുകൊണ്ട് എന്നേക്ക് 2000 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു കുരിശിൽ മരിച്ചു. പിടികിട്ടിയവരുണ്ടെങ്കിൽ ശബ്ദമുയർത്തി ആത്മാവിൽ കർത്താവിനെ ഒന്ന് ആരാധിച്ചാട്ടെ. ഇന്ന് രാത്രി യേശു ക്രിസ്തുവിൻ്റെ ഈ മരണത്തിൽ നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷനാണ്, പകരമാണ് യേശുവിൻ്റെ മരണം. ഇതിനകത്ത് നമുക്ക് റിഡംഷൻ ഉണ്ട്, ഇതിനകത്ത് നമുക്ക് അറ്റോൺമെൻ്റ് ഉണ്ട്. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, നിങ്ങളുടെ പാപമോചനം ഇതിനകത്താണ്, നിങ്ങളുടെ വീണ്ടെടുപ്പ് ഇതിനകത്താണ്, നിങ്ങളുടെ പ്രായശ്ചിത്തം ഇതിനകത്താണ്. കേട്ടോ, അർപ്പണങ്ങൾ വേണ്ട പാപപരിഹാരത്തിന്, തർപ്പണങ്ങൾ വേണ്ട പാപപരിഹാരത്തിന്, യാഗയോഗ കർമ്മകാണ്ഡങ്ങൾ വേണ്ട പാപപരിഹാരത്തിന്, തീർത്ഥയാത്രകൾ വേണ്ട പാപപരിഹാരത്തിന്, നേർച്ച കാഴ്ചകൾ വേണ്ട പാപപരിഹാരത്തിന്. വളരെ സിമ്പിളായിട്ടാണ് ബൈബിൾ പറയുന്നത്, കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. നിനക്ക് വേണ്ടി മരിച്ചതാണ് കർത്താവായ യേശു ക്രിസ്തു. ഇന്നേക്ക് 2000 വർഷങ്ങൾക്ക് മുമ്പ് മരണമില്ലാത്തവനായ വിശുദ്ധനായ ദൈവം, ഹല്ലേലൂയ, സ്വർഗത്തെക്കാൾ ഉന്നതനായവൻ, പാപമറിയാത്തവൻ, പാപം ചെയ്തിട്ടില്ലാത്തവൻ, പക്ഷെ പാപമാക്കപ്പെട്ടു. നമ്മുടെ പാപം ചുമന്നതാ. കേട്ടോ, നമ്മുടെ പാപം ചുമന്നതാ. അതൊന്ന് വിശ്വസിച്ചാൽ മാത്രം മതി. യേശു എന്റെ പാപത്തിനു വേണ്ടി മരിച്ചു, ഇതൊന്ന് വിശ്വസിച്ചാൽ മാത്രം മതി. അവരൊറ്റ കാര്യം കൊണ്ട് നിന്റെ മേൽ വരുന്ന രക്ഷയുണ്ട്. രക്ഷ, രക്ഷ. ഇങ്ങനെ മരിച്ച വേറെ ആരും ഇല്ലാത്തത് കൊണ്ടാണ് ബൈബിൾ ഉറക്കെ പറയുന്നത്, മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല. വീണ്ടും വീണ്ടും ഞാൻ കള്ളിമൂടിനോട് പറയുകയാണ്, മറ്റൊരുത്തനിലും രക്ഷയില്ല. രക്ഷിക്കാൻ കഴിയുന്ന ഒരുവനേ ഉള്ളൂ, ഇങ്ങനെ മരിച്ച കർത്താവായ യേശു ക്രിസ്തു മാത്രം. ഇന്ന് രാത്രി സറണ്ടർ ആകണം കേട്ടോ യേശുവിൻ്റെ മുൻപിൽ. പാപമാണ് സകല പ്രശ്നങ്ങളുടെയും പിന്നിലെ കാരണം. യേശു പലരെയും സൗഖ്യമാക്കിയപ്പോൾ കർത്താവ് ആവർത്തിച്ച് പറഞ്ഞ, അധികം തിന്മയായത് ഭവിക്കാതിരിക്കേണ്ടതിന് ഇനി പാപം ചെയ്തത്. പാപം കൊണ്ടുവന്നതാണ് ഇന്ന് അനുഭവിക്കുന്ന പല പ്രശ്നങ്ങളും, പല രോഗങ്ങളും പാപം കൊണ്ടുവന്നതാ, പല തകർച്ചകളും പാപം കൊണ്ടുവന്നതാ, പല ശാപങ്ങളുടെയും പിന്നിലെ കാരണം പാപമാണ് കേട്ടോ, പല പ്രശ്നങ്ങളുടെയും പിന്നിലെ കാരണം പാപമാണ് കേട്ടോ. ഇന്ന് രാത്രി കർമ്മകാണ്ഡങ്ങളിലൂടെ ഒന്ന് രക്ഷപ്പെടാൻ നോക്കിയിട്ട് നടക്കാത്ത ചില കാര്യങ്ങൾ പരിഹരിച്ച് നിന്നെ വിടിപ്പിച്ച് പുറത്തു കൊണ്ടുവരുവാൻ ഈ പാപപരിഹാരം നൽകുന്ന കർത്താവായ യേശുവിൽ ഇന്ന് രാത്രി വിശ്വസിച്ചാൽ മതി. ആ വിശ്വാസത്തിനകത്ത് വേണ്ടുന്ന രക്ഷയുണ്ട്. അത് പിടികിട്ടുന്നവരുണ്ടെങ്കിൽ കരമുയർത്തി പിടിച്ച് കർത്താവിനെ ഒരുമിച്ചൊന്ന് ആരാധിച്ചാട്ടെ, ഒരുമിച്ചൊന്ന് ആരാധിച്ചാട്ടെ. രക്ഷ എന്ന പദം ഞാൻ പറയുമ്പോൾ നിങ്ങൾ അറിയണം, ഇതൊരു വലിയ പാക്കേജാ കേട്ടോ. രക്ഷ എന്ന് പറയുന്നത് ഒരു വലിയ പാക്കേജാ. നിങ്ങൾ തിരുവനന്തപുരത്തെ ഏറ്റവും നല്ല തുണിക്കടയിൽ ചെന്ന് 10,000 രൂപയ്ക്ക് ഡ്രസ്സ് വാങ്ങിയാൽ നിങ്ങളുടെ ഡ്രസ്സ് തന്നെയായിട്ട് തന്നുവിടത്തില്ല അവർ കേട്ടോ. ഹല്ലേലൂയ. ആദ്യം അതൊരു പേപ്പർ കവറിനകത്തിട്ട് നന്നായിട്ട് അവർ സീൽ ചെയ്യും. എന്നിട്ട് നമ്മൾ കൊടുക്കുന്ന എമൗണ്ട് അനുസരിച്ച് ചിലപ്പോൾ ബിഗ് ഷോപ്പറോ, ചിലപ്പോൾ ബാഗോ, ചിലപ്പോൾ പെട്ടിയോ ഒക്കെ അവർ തന്നുവിടും. അതുമാത്രമല്ല, കോംപ്ലിമെൻസും കാണും. ചിലപ്പോൾ ചില പാത്രങ്ങൾ, ചിലപ്പോൾ ഗ്ലാസ്, ചിലപ്പോൾ ടവലുകൾ, അങ്ങനെ പലതും 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 അവർ തന്നുവിടും. അതൊരു പാക്കേജാണ്. ഇതുപോലെയാ രക്ഷിക്കപ്പെട്ടാൽ അതൊരു പാക്കേജാണ് കേട്ടോ. നിങ്ങൾ രക്ഷിക്കപ്പെട്ടു എന്ന് പറയുന്ന ഒറ്റ കാര്യം കൊണ്ട് നിൽക്കത്തില്ല. ഈ കാരണം ഈ സാൽവേഷൻ എന്ന് പറയുന്ന ആ വാക്കിന് പല അർത്ഥങ്ങളുണ്ട്.
ഒന്നാമത്തെ അർത്ഥം ഡെലിവറൻസ് എന്ന്. എല്ലാവരും കൂടെ ഒന്ന് പറഞ്ഞേ, ഡെലിവറൻസ്. സാൽവേഷൻ സമം ഡെലിവറൻസ്, മോചനം. ഹല്ലേലൂയ. ശാപത്തിലാണോ രക്ഷിക്കപ്പെട്ടാൽ മതി, മോചനമുണ്ട്. പ്രശ്നത്തിലാണോ രക്ഷിക്കപ്പെട്ടാൽ മതി, മോചനമുണ്ട്. രോഗത്തിലാണോ രക്ഷിക്കപ്പെട്ടാൽ മതി, മോചനമുണ്ട്. കടുങ്കെട്ട് വീണ ചില പ്രശ്നങ്ങളിലാണോ രക്ഷിക്കപ്പെട്ടാൽ മതി, മോചനമുണ്ട്. പരിഹാരമില്ലാത്ത ചില പ്രതിസന്ധികളുടെ അകത്ത് വീണ് കിടക്കുകയാണോ രക്ഷിക്കപ്പെട്ടാൽ മതി, മോചനമുണ്ട്. മോചനം, അതാ രക്ഷയുടെ ഒന്നാമത്തെ അർത്ഥം മോചനമാണ്. രക്ഷയുടെ രണ്ടാമത്തെ അർത്ഥം പ്രിസർവേഷനാണ്, കരുതൽ. കേട്ടോ, കരുതൽ. കരുതൽ. അപ്പൻ കരുതാത്തത് രക്ഷിക്കപ്പെട്ടാൽ ദൈവം കരുതും. അമ്മ കരുതാത്തത് രക്ഷിക്കപ്പെട്ടാൽ ദൈവം കരുതും. നാട്ടുകാരും വീട്ടുകാരും കരുതാത്തത് രക്ഷിക്കപ്പെട്ടാൽ ദൈവം കരുതും. കുടുംബത്തിലെ പണമുള്ളവൻ കരുതുന്നതിനേക്കാൾ ശ്രേഷ്ഠമായി ദൈവം കരുതും. ദൈവം കരുതും. അത് അബ്രഹാം പറയുന്നത്, മകനെ യഹോവ കരുതിക്കൊള്ളും. നമ്മൾ പാഠത്തിലെ കരുതുന്നവൻ ഞാനല്ലയോ, കലങ്ങുന്നത് എന്തിനു നീ? ഇന്ന് രാത്രി തലകുനിച്ചു പലതിൻ്റെയും മുൻപിൽ ഉത്തരം പറയാതെ പലതിൻ്റെയും പേരിൽ അപമാനിക്കപ്പെട്ട് നിൽക്കുന്ന നിന്നെ നോക്കി ഞാൻ ആത്മാവിൽ ദൂത് പറയുക, ഇന്ന് രാത്രി രക്ഷയിലേക്ക് വാ. ആരും സ്വപ്നത്തിൽ പോലും ചിന്തിക്കാത്ത കരുതലുകൾ നിന്റെ ജീവിതത്തിൽ നിനക്ക് അനുഭവിക്കാൻ കഴിയും. പാസ്റ്റർ അനിൽ അടൂരി പാടിയ ഒരു പാട്ടുണ്ട്, സ്വപ്നം കാണുമ്പോൾ വാതിലും വഴികളും തുറന്നു തന്നോനെ ആരാധിക്കുന്നു. സ്വപ്നം കാണുന്നത് പോലെ. സ്വപ്നം കാണുന്നതിന് മുടക്കൊന്നുമില്ലല്ലോ. സ്വപ്നം കാണുന്നതിന് മുടക്കൊന്നുമില്ലല്ലോ. സ്വപ്നം കാണുന്നത് പോലെ യഹോവ സിയോന്റെ പ്രവാസികളെ മടക്കി വരുത്തിയപ്പോൾ ഞങ്ങൾ എങ്ങനെയായിരുന്നു? സ്വപ്നം കാണുന്നവരെ പോലെയായിരുന്നു. ഒരിക്കലും ചിന്തിക്കാത്ത കാര്യമാണ്. അതാ ഞാൻ പറഞ്ഞത്, ഒരിക്കലും ചിന്തിക്കാത്ത കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിനകത്ത് ദൈവം തരും. അതാണ് പ്രിസർവേഷൻ. സാൽവേഷനിൽ ഡെലിവറൻസ് മാത്രമല്ല, പ്രിസർവേഷൻ ഉണ്ട്. സാൽവേഷനിൽ ഡെലിവറൻസും പ്രിസർവേഷനും മാത്രമല്ല, സേഫ്റ്റി ഉണ്ട്. കേട്ടോ, ഒരു ബാധയും നിന്റെ കൂടാരത്തിന് അടുക്കാതിരിക്കാൻ, ഒരു ബാധയും നിന്റെ കൂടാരത്തിന് അടുക്കാതിരിക്കാൻ. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ പ്രിയപ്പെട്ടവരെ, കോൺക്രീറ്റ് മതിലുകൾ കൊണ്ട് തടയാൻ പറ്റാത്ത ചിലത് അതിൻ്റെ മീതെ കൂടെ നിന്റെ തലമുറയെ ലക്ഷ്യമാക്കി, ജീവിതത്തെ ലക്ഷ്യമാക്കി നിനക്കെതിരെ പാഞ്ഞു വരുമ്പോൾ എൻ്റെ ദൈവം തീമതിലായി നിനക്ക് വേണ്ടി ഇറങ്ങി നിൽക്കും. അതാ പറയുന്നത്, യെരൂശലേം മതിലില്ലാതെ തുറന്നു കിടന്നാലും ഞാൻ അതിനു ചുറ്റും തീമതിലായിരിക്കും. ഇന്ന് രാത്രി വിശ്വസിക്കേ, ദൈവം തരുന്ന ഒരു സേഫ്റ്റി ഉണ്ട്. വിശ്വസിക്കാമെങ്കിൽ വിശ്വസിക്കേ. മന്ത്രവാദിക്ക് തൊടാൻ കഴിയാത്ത സെക്യൂരിറ്റി ഉണ്ട്. ആഭിചാരകന് പ്രവേശിക്കുവാൻ കഴിയാത്ത സെക്യൂരിറ്റി ഉണ്ട്. ദേശത്തിന്റെ അധിപതികൾക്ക് ശാപത്തിന്റെ സ്വാധീനങ്ങൾക്ക് ബിലയാമിനെ പോലെ മറഞ്ഞു നിന്ന് ശപിക്കുന്ന പൈശാചിക മാനുഷിക ബാന്ധവങ്ങൾക്ക് നിന്നെ കീഴടക്കുവാൻ കഴിയാത്ത വിധത്തിൽ അതിനകത്ത് സെക്യൂരിറ്റി ഉണ്ട്. വാ, രക്ഷയിലേക്ക് വാ. Glory to God. ഇതിനകത്ത് ഹീലിംഗ് ഉണ്ട് കേട്ടോ. സാൽവേഷനകത്ത് ഹീലിംഗ് ഉണ്ട്. സാൽവേഷനകത്ത് ഹീലിംഗ് ഉണ്ട്. ഒന്നാം സ്റ്റേജും രണ്ടാം സ്റ്റേജും ഒക്കെ കഴിഞ്ഞ് മൂന്നാം സ്റ്റേജും ഫോർത്ത് സ്റ്റേജും ഒക്കെ ആയി എന്ന് സ്തോത്രം RCC എന്ന് പറഞ്ഞു വിട്ടാലും കർത്താവ് സൗഖ്യമാക്കാൻ തീരുമാനിച്ചാൽ ഇതിനകത്ത് ഹീലിംഗ് ഉണ്ട്. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ആത്മാവിലൊന്ന് സ്തോത്രം ചെയ്തോ. സാൽവേഷനകത്ത് ഹീലിംഗ് ഉണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത്, വാ യേശുവിങ്കൽ വാ, യേശുവിങ്കൽ വാ. അങ്ങനെ ഒരു പാട്ടുണ്ട്. ഇപ്പം അത് പാടാറൊന്നുമില്ല. ഇപ്പം പാടാറൊന്നുമില്ല. വാ നീ യേശുവിങ്കൽ, നിന്റെ ഹൃദയത്തിൽ അവനിടെന്താ. ഇപ്പം അത് പാടാറൊന്നുമില്ല, കേൾക്കാറില്ല പാട്ട്. ആമേൻ. പണ്ട് കാലത്ത് ഇത്രയും പരിപാടിയൊന്നും ഇല്ലായിരുന്നു. ഇത്രയും സ്പീക്കേഴ്സ്, സബ് ഊഫർ ഒന്നും ഇല്ലായിരുന്നു. അഹൂജയുടെ 20-ന്റെ ഒരു ആംപ്ലിഫയർ 4 കോളാമ്പിയും കൂടെ ഉണ്ടെങ്കിൽ വലിയ കൺവെൻഷൻ ആയിരുന്നു. ഒരു സൈക്കിളെ കൊണ്ടുപോകാനുള്ള സൗണ്ട് മതി കൺവെൻഷൻ നടത്താൻ. അത് മോണിറ്റർ വേണം. ഇടത്ത് ഒരെണ്ണം, വലത്തൊരെണ്ണം, അപ്പുറത്തൊരെണ്ണം, ഇവിടെ എല്ലാം മോണിറ്റർ വെച്ചേക്കുക. എന്നിട്ട് നമുക്ക് പോരാ. കൂട്ടെ അല്പം കൂടെ കൂട്ടെ എന്ന് നമ്മൾ ഇവിടെ നിന്നിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. അല്പം കൂടെ ഞാൻ മുമ്പ് പറഞ്ഞില്ലേ, ഡിലേ ഇടാൻ. നേരത്തെ എന്നാ ഡിലേ, ഇത് കോളാമ്പി മാത്രം. അഹൂജയുടെ ഒടിഞ്ഞു പിടിച്ചൊരു മൈക്കുണ്ടായിരുന്നു.
അതൊക്കെ പിടിച്ചു നിന്നായിരുന്നു പണ്ട് പാടിയത്. അതൊന്നും കൈ പിടിക്കാൻ പോലും പറ്റത്തില്ല, സ്റ്റാൻഡിലൊക്കെ വെച്ച പരിപാടി നടക്കത്തുള്ളൂ. അങ്ങനെയുള്ള സംഗതികളൊക്കെ വെച്ചാൽ പാടിയത്. ഒരു കോളാമ്പി അങ്ങ് തേക്കയിലും, അടുത്തൊരെണ്ണം തെങ്ങയിലും, വേറൊരെണ്ണം ആഞ്ഞിലിയിലും, മറ്റൊരെണ്ണം പ്ലാബയിലും. 4 കോളാമ്പി 4 ദിക്കിലോട്ടിരിക്കും. ഒരു മോണിറ്ററും ഇല്ല. പക്ഷേ സുന്ദരമായ യോഗം നടന്നു, സുന്ദരമായ നിർമ്മലമായ സുവിശേഷം പറഞ്ഞു. അന്ന് പാടുന്ന പാട്ടാ, വാ നീ യേശുവിങ്കൽ വാ, നിന്റെ ഹൃദയത്തിൽ. അതുപോലെ ഞങ്ങൾ വിളിക്കുക, വാ യേശുവിങ്കലോട്ട് വാ. നിനക്ക് വേണ്ടി മരിച്ച ഒരുവനെ ഉലക ചരിത്രത്തിലുള്ളത് യേശുവാണ്. വാ യേശുവിങ്കലേക്ക് വാ. ഗ്ലോറി. അവിടെ ആ വാക്യം കംപ്ലീറ്റ് ആകുന്നത് എങ്ങനെയാണെന്നറിയാം? ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തുകളിൻ പ്രകാരം മരിച്ചു. അപ്പോൾ അവിടുത്തെ മരണത്തിൽ എന്തെല്ലാം സംഭവിച്ചോ അതെല്ലാം തിരുവെഴുത്തുകളിൻ പ്രകാരമാണ്. അതാ തിരുവെഴുത്തുകളിൻ പ്രകാരം. ഉച്ചത്തിൽ പറ, തിരുവെഴുത്തുകളിൻ എന്ന് പറഞ്ഞാൽ എന്തോന്ന് മനസ്സിലായോ? പ്രവചിച്ചു 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 പ്രവചിച്ചു, പ്രവചിച്ചതുപോലെ ജനിച്ച്, പ്രവചിച്ചതുപോലെ ജീവിച്ച്, പ്രവചിച്ചതുപോലെ മരിച്ചെന്ന്. 456 മശികൈക പ്രവചനങ്ങളാണ് പഴയ നിയമത്തിലുള്ളത്. അതിലെ തോറ അല്ലെങ്കിൽ മോശയുടെ ആദ്യത്തെ 5 പുസ്തകങ്ങൾ, ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യ, സംഖ്യ, ആവർത്തനം, പെന്ററ്റുക്ക് എന്ന് പറയും, പഞ്ചഗ്രന്ഥങ്ങൾ. 75 പ്രവചനങ്ങളുണ്ട് യേശുവിനെ കുറിച്ച്. പിന്നീട് വരുന്ന പുസ്തകമാണ് നബീം അല്ലെങ്കിൽ പ്രവാചക പുസ്തകങ്ങൾ. 243 പ്രവചനങ്ങളുണ്ട്. കെത്തൂബീം എഴുത്തുകൾ 138 പ്രവചനങ്ങളുണ്ട്. ഒന്ന് കൂട്ടിക്കോ, 75 + 243 + 138 = 456 പ്രവചനങ്ങൾ. അതാ ഞാൻ പറഞ്ഞത്, പ്രവചിച്ചു 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 പ്രവചിച്ചതുപോലെ ജനിച്ചു. ബേത്ലഹേം എഫ്രാത്തയിലാ യേശു ജനിക്കുന്നതെന്ന് പ്രവചനമാണ്. മീഖ 5:2. നസ്രത്തിലാണ് വളരുന്നതെന്ന് പ്രവചനമാണ്. അവൻ നസ്രായൻ എന്ന് വിളിക്കത്തക്ക വിധത്തിൽ നസ്രത്ത് എന്ന ഗ്രാമത്തിൽ ചെന്നു പാർത്തു. പ്രവാചകൻ പ്രവചിച്ചവന് നിവർത്തി വരേണ്ടതിന്. പിന്നെ സംഭവിച്ചതെല്ലാം തിരുവെഴുത്തും പ്രകാരം. 30 വെള്ളിക്കാശിന് ഒറ്റ കൊടുത്തില്ലേ? തിരുവെഴുത്തും പ്രകാരം. എല്ലാം പറഞ്ഞിരിക്കാൻ നേരെ ഇല്ലാത്തതുകൊണ്ട് ഞാൻ വാക്യങ്ങളെങ്ങും പോകാത്തെ. സക്കറിയ പ്രവചനത്തിൽ പറയുന്നുണ്ട്, നിങ്ങൾ എനിക്ക് മതിച്ച വില തരുന്നെങ്കിൽ തരിക. അവരവന് മതിച്ച വിലയായി 30 വെള്ളിക്കാശ് ഭണ്ഡാരത്തിലിട്ടു. ആ ഭണ്ഡാരത്തിൽ വീണ കാശ എടുത്ത് കൊടുത്തേക്കുന്നേ. സ്വോത്രം സ്വോത്രം സ്വോത്രം. കിട്ടുന്നുണ്ടെന്ന് എൻ്റെ ചിന്ത. അപ്പം യൂത ചുംബനം കൊണ്ട് ഒറ്റ കൊടുക്കുമെന്ന് പ്രവചനമാണ്. എന്നോടുകൂടെ കൈ താലത്തിൽ മുക്കുന്നവൻ പ്രവചനമാണ്. ഇങ്ങനെ സംഭവിച്ചതെല്ലാം പ്രവചനമാണ്. ഗോൽഗോഥ പ്രവചനമാണ്. ഗോൽഗോഥ പ്രവചനമാണ്. അതെന്നെ പാസ്റ്ററെ ഗോൽഗോഥ. ഈ ഗോൽഗോഥ എന്ന് പറഞ്ഞാൽ ഗുൽഗോലേത്ത്, അതാണ് അതിൻ്റെ ഒറിജിനൽ വേർഡ്. ഗുൽഗോലേത്ത്. അതിനെ ഗോൽഗോഥ എന്ന് നമ്മൾ വിളിക്കുന്നതാണ്. ഗുൽഗോലേത്ത്. ഗുൽഗോലേത്ത് എന്ന് പറഞ്ഞാൽ എ പ്ലേസ് ഓഫ് എ സ്കൾ എന്നാണ്. ശരിക്കും പറഞ്ഞാൽ അപ്പനായ ദാവീദ് അപ്പൻ്റെ ശത്രുവായ ഗോലിയാത്തിൻ്റെ തല വെട്ടിയെടുത്തു കൊണ്ടിയെന്ന് കുഴിച്ചിട്ട സ്ഥലമാണ് ഗുൽഗോലേത്ത്. ഗോലിയാത്തിൻ്റെ തല കുഴിച്ചിട്ട ഇടം. അവിടെ തന്നെ കൊച്ചുമകനായ യേശു മുഴുലോകത്തിൻ്റെ ശത്രുവായ സാത്താൻ്റെ തല തകർക്കാൻ കയറി നിൽക്കുക. വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് ക്രൂശിലവയുടെ മേൽ ജയോത്സവം കൊണ്ടാടി. ഇങ്ങനെ തിരുവെഴുത്തുകളിൻ പ്രകാരം മരിച്ച കേട്ടോ. യേശുവിൻ്റെ മരണ ദിവസം ഗെത്സമൻ മുതൽ ഗോൽഗോഥ വരെയുള്ള 24 മണിക്കൂറിൽ 33 പ്രവചനങ്ങളാണ് നിറവേറിയത് കേട്ടോ. മുഴുവൻ തിരുവെഴുത്തുകളിൻ പ്രകാരം. അതാ പറയുന്നത്, ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തുകളിൻ പ്രകാരം മരിച്ചു, അടക്കപ്പെട്ടു. മരിച്ചു. ഈ മരിച്ചു എന്നുള്ളതിൻ്റെ ഉറപ്പാണ് അടക്കപ്പെട്ടത്. The burial proves the death. മരണത്തെ തെളിയിക്കുന്നത് ഈ അടക്കമാണ്. അടുത്ത സമയത്ത് ഇളയരാജ എന്ന് പറയുന്ന ഒരു സംഗീത സംവിധായകൻ പറഞ്ഞു യേശു തമിഴ് ബ്രാഹ്മണനായിരുന്നെന്ന്.
യേശു തമിഴ് ബ്രാഹ്മണനായിരുന്നു, കാശ്മീരിൽ ചെന്ന് മരിച്ചു. കാശ്മീരിൽ യേശുവിൻ്റെ കല്ലറയുണ്ടെന്ന്. എൻ്റെ സാറേ, ഇളയ സാറേ, മൂത്ത സാറേ, നിങ്ങൾ ഏതെങ്കിലും സാറായിക്കോ, ആ പറഞ്ഞത് വിവരക്കേടാ. യേശു തമിഴ് ബ്രാഹ്മണനുമല്ല, യേശു കാശ്മീരിലോട്ട് മരിച്ചിട്ടുമില്ല. ഈ സാറിനോട് ചോദിച്ചു, സാറ് എന്നെ എങ്ങനെ മനസ്സിലായെന്ന്. അപ്പോൾ ആ സാറ് പറയുക, യൂട്യൂബിൽ കണ്ടെന്ന്. സാറ് ഓർത്ത് ഇത് കൂട്ടുസൻ ഡാക്കിനി ലുട്ടാപ്പി മായാവി കഥ പോലെ ഒരു കെട്ടുകഥയാണ്. നിങ്ങൾക്ക് വായിച്ചിട്ടില്ലയോ? ബാലരമയ്ക്ക ഞങ്ങളൊക്കെ ചെറുപ്പകാലത്ത് ഞങ്ങളൊക്കെ വായിച്ചിട്ടുള്ള കൂട്ടുസനും ഡാക്കിനിയും പിന്നെ ഒരു ലുട്ടാപ്പി. സത്യം പറഞ്ഞ് 2:45 ഇറങ്ങിയതാണ് ഫസ്റ്റ് കോട്ടയത്ത് നിന്ന്. 7:15 കഴിഞ്ഞപ്പോഴും ഇവിടെ വന്ന്. ലുട്ടാപ്പിയുടെ കയ്യിലിരിക്കുന്ന പോലെ ഒരു കുന്തം ഉണ്ടായിരുന്നു. എന്ത് സൗകര്യമായിരുന്നു! അവിടുന്ന് നേരെ കയറുക, കുന്തത്തിലിരിക്കുക, നേരെ ഇവിടെ വന്ന് ലാൻഡ് ചെയ്യുക. എന്തൊരു സൗകര്യമായിരുന്നു! ട്രാഫിക്കും ഇല്ല, ലൈറ്റും ഇല്ല, പൊടിയില്ല, ഒരു പ്രശ്നവും ഇല്ല, ചവിട്ട് പോലും വേണ്ട. അവിടുന്ന് കയറുക, ഇവിടെ വന്ന് ഇറങ്ങുക. അങ്ങനെ ഒരു കുന്തം ഇല്ല. അതായി കെട്ടുകഥ എന്ന് പറയുന്നത്. മനസ്സിലായി? അതാ കെട്ടുകഥ. ഇതിനകത്ത് രസകരമായ കാര്യം, ഈ കൂട്ടുസനും ഈ ഡാക്കിനിയും കൂടെ മായാവിയെ പിടിച്ച് ഒരു പൊട്ടുന്ന കുപ്പിക്കകത്താക്കി ലുട്ടാപ്പിയുടെ കുന്തത്തെ കയറി പോകും. പോകുന്ന വഴിക്ക് എല്ലാ സ്റ്റോറി അവസാനിക്കുന്നത് അങ്ങനെ. പോകുന്ന വഴിക്ക് ഈ ലുട്ടാപ്പിയുടെ കയ്യിൽ നിന്ന് കുപ്പി താഴെ പോകും, കുപ്പി പൊട്ടും. ഞാൻ ഓർക്കുക, ഇതിന് മാത്രം ഈ പൊട്ടുന്ന കുപ്പി വല്യപ്പൻ എവിടുന്ന് കൊണ്ടുവിടുന്നുള്ളത്. പിള്ളേർ വായിച്ച് ചിരിച്ചു മറിയുക. പിള്ളേർ ഒരിക്കലും എനിക്ക് ചിന്തിച്ചിട്ടുണ്ട്, ഇത് ഞാൻ ഈ പൊട്ടാത്ത ഒരു അക്വാഫിനയുടെ കുപ്പിയും കൊണ്ട് നടക്കത്തില്ലയോ? പിള്ളേർ ചിന്തിക്കത്തില്ല. അതാണ് അതിൻ്റെ വിജയം. അതാണ് കെട്ടുകഥ. മനസ്സിലായോ? ബൈബിള് കെട്ടുകഥയല്ല ഇളയരാജാ സാറേ. യേശു ജനിച്ചു എന്ന് പറയുന്ന സ്ഥലം കൃത്യമാണ്. ഇനി എന്നാലും കാണാം, യേശു ജനിച്ചപ്പോൾ ഉണ്ടായിരുന്ന ചക്രവർത്തി ചരിത്രമാ. ആ പറഞ്ഞവരെല്ലാം ചരിത്രമാ. യേശു മരിച്ചു എന്ന് പറയുന്ന സ്ഥലം ഇനി എന്നാലും കാണാം. യേശുവിനെ അടക്കിയ കല്ലറ ഇനി എന്നാലും കാണാം. പക്ഷെ യേശുവിനെ കാണാൻ പറ്റത്തില്ല. അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, അവൻ ഇവിടെ ഇല്ല. ഇത് കെട്ടുകഥയല്ല, യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന സ്റ്റോറി അല്ല ഇത്. ഹല്ലേലൂയ. അവിടുന്ന് അടക്കപ്പെട്ടു. മരണത്തിന്റെ ഉയർപ്പിനും ഇടയിലുള്ള ഘട്ടം മരണത്തെ സ്ഥിരീകരിക്കുന്നതാണ്. ഞാൻ ആ ഭാഗങ്ങൾ വിശദീകരിക്കുന്നില്ല, ആ ഭാഗം അങ്ങ് വിട്ടു. ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തുകളിൻ പ്രകാരം മരിച്ചു, അടക്കപ്പെട്ടു. ഒറ്റ കാര്യം കൂടെ പറഞ്ഞു നിർത്താം. തിരുവെഴുത്തുകളിൻ പ്രകാരം 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. പാസ്റ്ററിനോട് പറഞ്ഞു 10:30 വരെ പ്രസംഗിക്കാമെന്ന്. ഞാനൊരു 10:15 നിർത്തിയേക്കാം. സ്തോത്രം. എൻ്റെയൊക്കെ മോൻ കണ്ടിട്ട് ഒരു കുഴപ്പമില്ല എന്നുള്ള പരുവത്തിലായിരിക്കുന്നത്. ഇല്ല, നിങ്ങൾക്ക് ഇവിടെ ഇരിക്കാൻ നേരം ഉണ്ടല്ലേ, എനിക്കിവിടെ നിൽക്കാൻ നേരമില്ല. അതാണ് പ്രശ്നം. ഞങ്ങൾ ഇനി നേരെ വണ്ടി വിട്ടാലും 2 മണിയാകും അവിടെ ചെല്ലണമെങ്കിൽ, വീട്ടിൽ ചെല്ലണമെങ്കിൽ. രാവിലെ 6:30 എനിക്ക് അടുത്ത മീറ്റിംഗ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഇവിടെ ഇരിക്കാൻ നേരം ഉണ്ടെങ്കിലും എനിക്ക് നിൽക്കാൻ നേരമില്ല. പെട്ടെന്ന് ഞാൻ അവസാനിപ്പിച്ചേക്കാം, ടെൻഷൻ അടിക്കണ്ട. അപ്പൊ ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തുകളിൻ പ്രകാരം മരിച്ച് അടക്കപ്പെട്ടു. തിരുവെഴുത്തുകളിൻ പ്രകാരം 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. ഞാൻ നിങ്ങളോട് പറയട്ടെ, നമ്മൾ അടഞ്ഞു കിടക്കുന്ന കല്ലറയുടെ സുഗന്ധത്തിൽ ഊറ്റം കൊള്ളുന്നവരല്ല. പിടികിട്ടി കാണത്തില്ല പ്രയോഗം. അടഞ്ഞു കിടക്കുന്ന കല്ലറയ്ക്കകത്ത് എന്നാ സുഗന്ധമുള്ളേ? മിണ്ടുന്നില്ല. അടഞ്ഞു കിടക്കുന്ന കല്ലറയ്ക്കകത്ത് എന്നാ സുഗന്ധമുള്ളേ? ചിലരുടെ നോട്ടമൊക്കെ കണ്ടിട്ട് ഇനി വല്ല സുഗന്ധം ഉണ്ടോ? അതിനകത്ത് നാറ്റമാണ്. നാറ്റം അടഞ്ഞു കിടക്കുന്ന കല്ലറയ്ക്കകത്തുള്ളത് നാറ്റമാണ്. നമ്മൾ ആ നാറ്റത്തിൽ ഇരിക്കുന്നവരല്ല. നമ്മൾ തുറന്നു കിടക്കുന്നവർ കല്ലറയുടെ മുൻപിൽ വിജയാഘോഷം കൊള്ളുന്നവരാണ്. നമ്മൾ പാടത്തില്ലേ, പാതാളമേ മരണമേ നിന്നുടെ ജയം എവിടെ? ഹല്ലേലൂയ. മരണത്തെ തോൽപ്പിച്ച് കർത്താവ് ഉയർത്തെഴുന്നേറ്റു. ഞാൻ പറയട്ടെ, യേശുക്രിസ്തുവിൻ്റെ ഉയർപ്പെന്ന് പറയുന്നതുണ്ടല്ലോ 3 ലോകത്തെയും ബാധിച്ച ഒന്നാണ്. അങ്ങനെ നമ്മൾ പാടുന്നില്ല ഞാൻ? മൂവുലകം തൻ്റെ പാദം തന്നിൽ വണങ്ങിയിടും. 3 ലോകത്തെയും ബാധിച്ച ഒരു കാര്യമാണ് യേശുക്രിസ്തുവിൻ്റെ ഉയർപ്പ്. അതേതാ പാസ്റ്റർ? 1-ാം ലോകം, അത് അധോലോകമാണ്. ഭൂമിക്കടിയിൽ അധോലോകം, മരിച്ചവർ കിടക്കുന്ന ഇടം അധോലോകം.
മരിച്ചവർ മരിച്ച ഇടത്താണ് കേട്ടോ. അതുകൊണ്ട് നമ്മൾ വായിക്കുന്നത് ദൈവമോ മരണപാശങ്ങളെ അഴിച്ചു. ഈ മരിച്ചവർ കിടക്കുന്ന അധോലോകത്ത് മരിച്ചവരെ കെട്ടിയിരിക്കുന്ന ഒരു മരണപാശമുണ്ട്. ഈ മരണപാശം യേശുവിനെയും ബന്ധിക്കാൻ നോക്കി, പക്ഷെ ദൈവമോ മരണപാശങ്ങളെ അഴിച്ചു. അടുത്തത് മരണത്തിന് അവനെ പിടിച്ചു വെക്കുന്നത് അസാധ്യമായി. പിടിച്ചു വെക്കാൻ നോക്കി, പക്ഷേ അസാധ്യമായിരുന്നു. പാതാളത്തിന്റെ ചരിത്രത്തിൽ മരിച്ച ഒരുത്തനും തിരിച്ചു വന്നിട്ടില്ല എങ്കിൽ മരണത്തിന്റെ ആ ജയത്തെ ഒരു പഴങ്കഥയാക്കിക്കൊണ്ട് കർത്താവ് പാതാളത്തിൽ നിന്ന് ഉയർത്തു. ഹല്ലേലൂയ. യേശുവിന്റെ പുനരുത്ഥാനം ഭൂലോകത്തെ ചലിപ്പിച്ചു കേട്ടോ. ഓൾ റോഡ്സ് ലീഡ്സ് ടു റോം എന്നാണ്. എല്ലാ റോഡും റോമിലേക്ക്. കാരണം ലോകത്തെ അടക്കി ഭരിച്ച സാമ്രാജ്യം. അമ്മച്ചിമാരൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ കേട്ടിട്ടില്ലേ, റോമാ ഗവൺമെന്റിന്റെ ഇമ്പീരിയൽ മുദ്രയെ ഭേദിച്ച്. എന്നാ വെച്ച ഇമ്പീരിയൽ മുദ്ര? എൻ്റെ പൊന്നുവനെ ആരാണ്ടൊക്കെ പറയുന്ന കേട്ട് ഞാനും പ്രാർത്ഥിച്ചു. ഇമ്പീരിയൽ മുദ്ര എന്ന് പറഞ്ഞ എംപററുടെ സീല. എംപററുടെ സീല്, ലോകം ഭരിക്കുന്ന എംപററുടെ സീല്. ആ സീലാണ് യേശുവിൻ്റെ കല്ലറക്കൽ വെച്ചേക്കുന്നത്. തൊടാൻ പറ്റത്തില്ല. റോമൻ മിലിറ്ററിയാ കാവൽ നിൽക്കുന്നത്. പക്ഷേ റോമൻ മിലിറ്ററിയുടെ കരുത്തിനെ പഴങ്കഥയാക്കിക്കൊണ്ട് ചങ്ങല ഇളകി തെറിച്ചു. ഇമ്പീരിയൽ മുദ്ര തകർന്നു. കല്ല് താനെ ഉരുണ്ടുമാറി. അവർക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. ഭൂലോകം ചലിച്ചു. നമ്മുടെ കർത്താവ് ഉയർത്തെഴുന്നേറ്റു. ഹല്ലേലൂയ. അപ്പോൾ അധോലോകം, ഭൂലോകം, മൂന്നാമത്തെ ലോകമാണ് സ്വർഗലോകം. ഹല്ലേലൂയ. യേശു പറഞ്ഞില്ലേ, ഞാൻ ഇതുവരെ എൻ്റെ പിതാവിൻ്റെ അടുക്കൽ പോയിട്ടില്ല. ഇറങ്ങിയവൻ സകലത്തെ നിറയ്ക്കേണ്ടതിന് സ്വർഗാദി സ്വർഗത്തിനു മീതെ കയറി. എവിടെ കയറിയ? സ്വർഗാദി സ്വർഗത്തിനു മീതെ കയറി. പൗലോസ് കൊരിന്ത്യർ ലേഖനത്തിൽ യേശുവിൻ്റെ പുനരുത്ഥാനം പറയുന്നത് ഒരു സംശയവും വരാത്ത വിധത്തില്ല. അത് കേഫാവിന് പ്രത്യക്ഷനായി, പിന്നെ 12 പേർക്ക് പ്രത്യക്ഷനായി, പിന്നെ 500-ലധികം സഹോദരന്മാർക്ക് ഒരുമിച്ച് പ്രത്യക്ഷനായി, യാക്കോബിന് പ്രത്യക്ഷനായി, ഒടുവിൽ അകാലപ്രജ പോലെയുള്ള എനിക്ക് പ്രത്യക്ഷനായി. സ്തോത്രം. അതാ പൗലോസ് പറയുന്നത്. ഹല്ലേലൂയ. സംശയം വല്ലതും ഉണ്ടോ? ഒന്ന് ചോദ്യം. യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് കണ്ടവരുടെ ജീവനോടെ ഇരിപ്പുണ്ട്. ഉയർത്തെഴുന്നേറ്റതാണ്. ഹല്ലേലൂയ. കർത്താവ് ഉയർത്തെഴുന്നേറ്റു. അതാണ് നമ്മൾ പറഞ്ഞത്. ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തുകളിൻ പ്രകാരം മരിച്ചു, അടക്കപ്പെട്ടു. തിരുവെഴുത്തുകളിൻ പ്രകാരം 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. ഇന്ന് രാത്രി കള്ളിമൂടുന്ന നാട്ടുകാരറിയണം, ഞങ്ങൾ പ്രസംഗിക്കുന്നത് മരിച്ചു മൺമറഞ്ഞു പോയ ഒരുവനെ അല്ല. നമ്മൾ പാടുന്ന ഒരു പാട്ടില്ലേ, കാൽവറി നാഥൻ എൻ്റെ രക്ഷകൻ, കല്ലറയ്ക്കുള്ളിൽ ഒതുങ്ങിയില്ല, കല്ലറയ്ക്കകത്ത് ഒതുങ്ങിപ്പോയവനല്ല. ഇന്ന് രാത്രി നമ്മൾ ആരാധിക്കുന്ന നമ്മുടെ ദൈവം കല്ലറയ്ക്കകത്ത് ഒടുങ്ങിയവനല്ല, കല്ലറയെ വിട്ട് ഉയർത്തെഴുന്നേറ്റവനാണ്. ഇന്ന് രാത്രി ഞങ്ങൾ ഈ ദേശത്തോട് പറയുക, നിങ്ങൾ അനുഭവിക്കുന്ന മുഴുവൻ പ്രശ്നത്തിന് പരിഹാരം തരുവാൻ, നിങ്ങൾ കടന്നു പോകുന്ന മുഴുവൻ പ്രതിസന്ധികളിൽ നിന്നും നിങ്ങളെ വിടുവിക്കുവാൻ കഴിവുള്ളവൻ ഇന്ന് രാത്രി ഞങ്ങൾ ഉയർത്തിക്കാട്ടുന്ന കർത്താവായ യേശു ക്രിസ്തുവാണ്. അവനൊപ്പം പറയാൻ ഒരാളില്ല. അവനെ പോലെ ആരാധ്യൻ വേറെ ആരുമില്ല. ആയിരങ്ങളിൽ സുന്ദരനാണ്, വന്ദിതനാണ്, ആരിലും ഉന്നതനാണ് ഞങ്ങളുടെ ക്രിസ്തു. ഇന്ന് രാത്രി സറണ്ടർ ആകുകയാണെങ്കിൽ നിങ്ങളുടെ പ്രശ്നത്തിന് പരിഹാരമാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ രാത്രി ഞാൻ പറയട്ടെ, ഈ കർത്താവായ യേശു ക്രിസ്തുവിനെ എവിടെ ഉയർത്തിക്കാട്ടുമോ അവിടെ അസാധാരണ വിടുതൽ സംഭവിക്കും. ഈ രാത്രി പറഞ്ഞതിനകത്തൊന്നും എൻ്റെ മഹത്വമോ ഈ യോഗം നടത്തുന്ന പാസ്റ്ററുടെ മഹത്വം ഒന്നും പറഞ്ഞില്ല. പറഞ്ഞത് ഒറ്റയാളെക്കുറിച്ച്, യേശു ക്രിസ്തു. ഇന്ന് രാത്രി യേശു ഇവിടെയാണ് ഉയർത്തപ്പെടുന്നത്. അവിടെ പൈശാചിക മണ്ഡലത്തിന് ഇരിക്കാൻ പറ്റത്തില്ല കേട്ടോ. അതുകൊണ്ട് വചനത്തിൽ വായിക്കുന്ന, മോശ മരുഭൂമിയിൽ പിച്ചള സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെ ഉയർത്തേണ്ടതാകുന്നു. ഇന്ന് രാത്രി സമാനതകളില്ലാത്ത, ആരുമായി തുല്യം ചാർത്തുവാൻ കഴിയാത്ത കർത്താവായ
യേശു ക്രിസ്തുവിനെ, കർത്താവായ യേശു ക്രിസ്തുവിനെ, ഉന്നതനായവനെ, വലിയവനായവനെ, ഇരുന്നവനെ, ഇരിക്കുന്നവനെ, വരുന്നവനെ, ആദിയായവനെ, അന്തമായവനെ, അൽഫയാവനെ, ഒമേഗയായവനെ ഈ രാത്രി ഞാൻ ഉയർത്തി കാണിക്കുകയാണ്. ഇന്ന് രാത്രി യേശുവിനെ, മേഘാരൂഢനായി വരുന്നവനെ ഇവിടെ ഉയർത്തി കാണിക്കുമ്പോൾ ഞാൻ ആത്മാവിൽ പറയാൻ ചില ദുർഭൂത സ്വാധീനങ്ങൾ ഇന്ന് രാത്രി കീഴടങ്ങുകയാണ്. ചില ദേശാധിപതി ശക്തികളെ തകർത്ത് മാറ്റിക്കൊണ്ട് ചില പൈശാചിക മണ്ഡലങ്ങൾക്ക് ഇന്ന് രാത്രി നിൽക്കാൻ കഴിയാത്ത വിധത്തിൽ ആത്മമണ്ഡലത്തിൽ വലിയ പാച്ചിലുകൾ അയച്ച് ഇന്ന് രാത്രി യേശുവിൻ്റെ നാമം ഈ ദേശത്ത് ഉയർത്തപ്പെടുകയാണ്. അത് വിശ്വസിക്കുന്നവർ മാത്രം ആത്മാവിൽ കർത്താവിനെ ഒരുമിച്ചൊന്ന് ആരാധിച്ചാട്ടെ. അത് വിശ്വസിക്കുന്നവർ മാത്രം ആത്മാവിൽ കർത്താവിനെ ഒരുമിച്ചൊന്ന് ആരാധിച്ചാട്ടെ. ഇന്ന് രാത്രി യേശു എന്ന നാമം അതരങ്ങളുടെ മേൽ മുഴങ്ങട്ടെ. യേശു എന്ന നാമം അതരത്തിൽ നിന്ന് പുറത്തേക്ക് വരട്ടെ. എത്ര പ്രിയപ്പെട്ടവർക്ക് യേശു എന്ന നാമത്തെ ആവർത്തിച്ചൊന്ന് പറയാനായിട്ട് കഴിയും? ഇന്ന് രാത്രി നിങ്ങളെ നാമത്തെ ആവർത്തിച്ചു പറയുകയാണെങ്കിൽ അസാധാരണ വിടുതലുകളെ കർത്താവിന്റെ ആത്മാവ് അയക്കുവാൻ തുടങ്ങുകയാണ്. വായു തുറന്ന് യേശു എന്ന നാമം ഉച്ചത്തിലൊന്ന് പറഞ്ഞു. യേശു എന്ന നാമം ഉച്ചത്തിലൊന്ന് പറഞ്ഞു. എല്ലാ കണ്ണുകളും അടച്ചേ, എല്ലാ കണ്ണുകളും അടച്ചേ, എല്ലാ ആദരങ്ങളും തുറന്നേ, ഹൃദയങ്ങളെല്ലാം ഒന്ന് ഏകാഗ്രമാക്കിയേ. നിങ്ങളുടെ ആദരത്തിൽ നിന്ന് യേശുവിനെ ഒന്ന് ആരാധിച്ചു തുടങ്ങിയാട്ടെ. ഈ രാത്രി നിങ്ങളെ നാമം ഉറക്കെ വിളിച്ചു പറയുമ്പോൾ തന്നെ ഞാൻ ആത്മാവിൽ പറയട്ടെ, വലിയ വിടുതലുകൾ സംഭവിക്കുകയാണ്. വ്യർത്ഥമായി വിളിച്ചതുപോലെ വിളിക്കാൻ പറ്റുമെങ്കിൽ വിളിച്ചോ. യേശുവേ ദാവീദ് പുത്രാ, എന്നോട് കരുണ തോന്നണമേ. യേശുവേ ദാവീദ് പുത്രാ, എന്നോട് കരുണ തോന്നണമേ. ഇന്ന് രാത്രി അങ്ങനെ നിലവിളിക്കുന്നത് ആരാണോ, അങ്ങനെ നിലവിളിക്കുന്നത് ആരാണോ, ഞാൻ നിങ്ങളെ നോക്കി പറയാം, രോഗങ്ങൾ ഇന്ന് രാത്രി സൗഖ്യമാകുവാൻ തുടങ്ങുകയാണ്. അങ്ങനെ നിലവിളിക്കുന്നത് ആരാണോ, നിങ്ങളെ നോക്കി ഞാൻ ആത്മാവിൽ പറയാം, നിങ്ങളുടെ കടുങ്കെട്ട് വീണ ചില പ്രശ്നങ്ങളെ ഇന്ന് രാത്രി എൻ്റെ കർത്താവ് പരിഹരിക്കാൻ പോവുകയാണ്. യേശു എന്ന നാമം വ്യർത്ഥമായി വിളിച്ചതുപോലെ ഉറക്കെ വിളിക്കുന്നത് ആരാണോ, നിങ്ങളെ നോക്കി ഞാൻ ആത്മാവിൽ പറയാം, അടഞ്ഞു കിടക്കുന്ന ചില വാതിലുകൾ തുറക്കപ്പെടാൻ പോവുകയാണ്. എത്ര പേർക്ക് ആത്മാവിൽ സ്തോത്രം ചെയ്യാൻ പറ്റും? എത്ര പേർക്ക് ആത്മാവിൽ വിളിച്ച് അങ്ങനെ പ്രാർത്ഥിക്കാനായിട്ട് പറ്റും? അങ്ങനെ വായി തുറന്ന് പ്രാർത്ഥിക്കുവാൻ കഴിയുന്നവരെല്ലാം ആദരം തുറന്ന് ചില മിനിറ്റുകൾ ഒരുമിച്ചൊന്ന് സ്തോത്രം ചെയ്താട്ടെ. യേശുവിന്റെ നാമത്തിൽ വാതിലുകൾ തുറന്നിരിക്കട്ടെ, തുറന്നവ അടയാതിരിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ ദേശത്തെ മലീമസമാക്കുന്ന ചില പൈശാചിക സ്വാധീനങ്ങൾ, ചില പൈശാചിക മേഖലകൾ ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ അത് തകർന്നു മാറട്ടെ. ആത്മാവിലൊന്ന് ആരാധിച്ചേ, ആത്മാവിലൊന്ന് ആരാധിച്ചേ, അഭിഷേകത്തിലൊന്ന് ആരാധിച്ചേ, ദൈവകൃപയിൽ നിറഞ്ഞ് ആരാധിച്ചേ, ആത്മശക്തിയിൽ നിറഞ്ഞ് ആരാധിച്ചേ. വലിയ വിടുതലുകൾ ഈ രാത്രി യേശുവിന്റെ നാമത്തിൽ സംഭവിക്കട്ടെ. യേശുവിന്റെ പ്രിയപ്പെട്ടവർ, ആരാധിക്കുന്ന പ്രിയപ്പെട്ടവർ, പരിസരം മറന്ന് കരമടിച്ച് ആത്മശക്തിയിൽ ഈ രാത്രി ആരാധിച്ചോ. നിങ്ങൾ ഇവിടെ ആരാധിക്കുമ്പോൾ അങ്ങ് അകലെ മൈലുകൾക്കപ്പുറത്ത് നിങ്ങളുടെ വീടുകളുടെ അകത്ത് ഈ രാത്രി ദൈവശക്തി വ്യാപരിക്കാൻ പോവുകയാണ്. യേശുവിന്റെ നാമത്തിൽ മരണത്തിന്റെ പാശങ്ങളെ അഴിച്ച് പുനരുത്ഥാനത്തിന്റെ ശക്തി. വീണ്ടും ഞാൻ ആവർത്തിക്കുന്നു, മരണപാശങ്ങളെ അഴിക്കുന്ന പുനരുത്ഥാനത്തിന്റെ ശക്തി ഈ രാത്രി ബന്ധിച്ചു വെച്ചിരിക്കുന്ന ചിലരിൽ നിന്ന് അഴിഞ്ഞ് പുനരുത്ഥാനത്തിന്റെ ശക്തിയാൽ ചിലത് അഴിഞ്ഞു മാറുകയാണ്. യേശുവിന്റെ നാമത്തിൽ കരമടിച്ച് ആത്മശക്തിയിൽ ഒരുമിച്ച് ആരാധിച്ചാണ്. മരണത്തിന് അവനെ പിടിച്ചു വെക്കുവാൻ കഴിഞ്ഞില്ല. പുനരുത്ഥാനത്തിന്റെ ശക്തിയിൽ നിറഞ്ഞ് ആരാധിക്കുന്ന നിന്നെയും പിടിച്ചു വെക്കാൻ കഴിയത്തില്ല. നീണ്ട വർഷങ്ങളായി ഒരു വിടുതൽ കൊതിച്ച വ്യക്തിയാണ് നീ. നീണ്ട വർഷങ്ങളായി ഒരു മാറ്റം ആഗ്രഹിച്ച വ്യക്തിയാണ് നീ. ആത്മമണ്ഡലത്തിലൊരു മാറ്റം, ഭൗതിക മണ്ഡലത്തിലൊരു മാറ്റം, ശാരീരിക വിഷയത്തിലൊരു മാറ്റം, തലമുറയുടെ വിഷയത്തിലൊരു മാറ്റം. എന്നാൽ ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ പ്രവചിച്ചു പറയട്ടെ, ആമേൻ, ആ മാറ്റം ഇന്ന് രാത്രി നിങ്ങളുടെ മേൽ പുനരുത്ഥാനത്തിന്റെ ശക്തിയാൽ ദൈവത്തിന്റെ ആത്മാവ് വെട്ടി തുറക്കുന്നു. കരമടിച്ച് കരുത്തോടെ ആരാധിച്ചാട്ടെ, കരമടിച്ച് കരുത്തോടെ ആരാധിച്ചാട്ടെ, കരമടിച്ച് ആത്മശക്തിയിൽ ആരാധിച്ചാണ്. നിർത്തരുത്, 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 നിർത്തരുത്. എത്രത്തോളം ശക്തിയോടെ കരമടിച്ച് ആരാധിക്കാമോ അത്രത്തോളം ശക്തിയോടെ കരമടിച്ച് ആരാധിച്ചാണ്. അത്രത്തോളം ശക്തിയോടെ കരമടിച്ച് ആരാധിച്ചാണ്. റാഗബ സഗതമന ലകതമന ഹാന്ദൽ ജനാഥന റഗൽ കമന ഗഡഗദന റഗദൽ ജന ഗഡഗദന
ഭാവിയുടെ മേൽ നിഴൽ വീണതുപോലെ കിടക്കുന്ന ചിലത് ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ അഴിഞ്ഞു മാറട്ടെ. യേശുവിന്റെ നാമത്തിൽ ചില ഡോക്യുമെന്റുകൾ വേഗം ചലിക്കട്ടെ. ചില ഡോക്യുമെന്റുകൾ വേഗം ചലിക്കട്ടെ. ചുവപ്പ് നാടയിൽ കുടുങ്ങിക്കിടക്കുന്ന ചിലത് ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ റീഓപ്പൺ ചെയ്യപ്പെടട്ടെ. എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും പാടിയിടും, യേശു മാത്രം കർത്താവ്. എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും പാടിയിടും, യേശു മാത്രം കർത്താവ്. എല്ലാവരും എഴുന്നേറ്റ് നിന്നാണ്. കർത്തൻ നീ, കർത്തൻ നീ, കർത്തൻ നീ, മരണത്തെ മരണത്തെ ജയിച്ചെഴുന്നേറ്റവൻ. എല്ലാ മുട്ടും, എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും പാടി, യേശു മാത്രം, യേശു മാത്രം കർത്താവ്. എല്ലാ മുട്ടും മടങ്ങും, എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും പാടിടും, യേശു മാത്രം, യേശു മാത്രം കർത്താവ്. എല്ലാ മുട്ടും മടങ്ങും, എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും പാടിടും, യേശു മാത്രം കർത്താവ്. രണ്ട് കരങ്ങൾ ഉയർത്തി പിടിച്ച് കുഞ്ഞാടേ വാഴ്ത്തുക. അവൻ ജീവൻ, അവൻ ജീവൻ നൽകി വീണ്ടെടുത്തല്ലോ. എല്ലാ മുട്ടും, എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും പാടിടും, യേശു മാത്രം കർത്താവ്. എല്ലാ മുട്ടും മടങ്ങും, എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും പാടിടും, യേശു മാത്രം കർത്താവ്. അതിരമെല്ലാം തുറന്നേ, അതിരമെല്ലാം തുറന്നേ. എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും പാടും, യേശു മാത്രം, യേശു മാത്രം, യേശു മാത്രം കർത്താവ്, യേശു മാത്രം കർത്താവ്. ഇന്ന് രാത്രി നിങ്ങൾക്ക് പറയുവാൻ തോന്നുന്ന മുഴുവൻ പ്രാർത്ഥനാ വിഷയങ്ങളും കർത്താവിനോടൊന്ന് പറഞ്ഞു, കർത്താവിനോടൊന്ന് പറഞ്ഞു. എല്ലാ കണ്ണുകളും നിർബന്ധമായും അടച്ച്, എല്ലാ കണ്ണുകളും നിർബന്ധമായും ഒന്ന് അടച്ച് ഈ രാത്രി ചില മിനിറ്റുകൾ ഒരുമിച്ചൊന്ന് പ്രാർത്ഥന. എൻ്റെ കർത്താവ്, ഇന്ന് രാത്രി അങ്ങ് ഈ വിഷയത്തിന് മേൽ ഒരു പരിഹാരം അയക്കണം. ഉച്ചത്തിൽ പ്രാർത്ഥിച്ച് ഞാൻ ആത്മാവിൽ പ്രവചിച്ചു പറയാം. കർത്താവ് പരിഹാരം അയക്കുകയാണ്, കർത്താവ് പരിഹാരം അയക്കുകയാണ്. ഇന്ന് രാത്രി ആ പ്രതിസന്ധിയുടെ മേൽ പരിഹാരം അയക്കുകയാണ്. ആ വലിയ ചുമടുകളെ നിങ്ങളിൽ നിന്ന് കർത്താവ് ചുമന്നു മാറ്റുകയാണ്. ഇനി നിങ്ങൾ അതിനകത്ത് ഭാരപ്പെട്ട് കിടക്കണ്ടാന്ന്, നിങ്ങൾ അതിനകത്ത് ഞെരുങ്ങണ്ടാന്ന്. കർത്താവ് അതിനകത്തുനിന്ന് നിങ്ങളെ പുറത്തു കൊണ്ടുവരും. വിശ്വസിക്കുന്നവരുണ്ടോ? ആത്മാവിൽ പ്രതികരിച്ചോ, ആത്മാവിൽ പ്രതികരിച്ചോ. പരിഹാരം സംഭവിക്കുന്നു. ഞാൻ വീണ്ടും പറയട്ടെ, പരിഹാരങ്ങൾ സംഭവിക്കുന്നു, പരിഹാരങ്ങൾ സംഭവിക്കുന്നു. ഉച്ചത്തിൽ പ്രാർത്ഥന. യേശുവിന്റെ നാമത്തിൽ ചില വീടുകളുടെ അകത്ത് കിടക്കുന്ന മദ്യപാനത്തിന്റെ കെട്ടുകൾ ഇന്ന് രാത്രി പൊട്ടി മാറുന്നു. ഞാൻ ആവർത്തിക്കുന്നു, ചില വീടുകളുടെ അകത്ത് കിടക്കുന്ന ചില ഡ്രഗ് അഡിക്ഷനുകൾ യേശുവിന്റെ നാമത്തിൽ പൊളിയുന്നു. ചില മന്ത്രതാന്ത്രിക ശക്തികൾ ചില വീടുകളെ വിട്ട് ഇന്ന് രാത്രി അഴിഞ്ഞു മാറുന്നു യേശുവിന്റെ നാമത്തിൽ. കർത്താവേ, ഇപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, രോഗികൾ ഈ കൂട്ടത്തിൽ സൗഖ്യമായി തുടങ്ങട്ടെ. വിവിധ രോഗങ്ങൾ ഇന്ന് രാത്രി അഴിയട്ടെ. ഈ യോഗം കഴിഞ്ഞ് ഈ ഗ്രൗണ്ടിൽ നിന്ന് മുകളിലോട്ട് കയറുമ്പോൾ സൗഖ്യത്തോടെ കയറാൻ, ശ്വാസമുട്ടലുകൾ മാറുന്ന, വേദനകൾ മാറുന്ന, നീർക്കെട്ടുകൾ മാറുന്ന ദൈവശക്തി, സൗഖ്യമാക്കുന്ന കരുത്ത് ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ ഈ ജനത്തിന് ചലിക്കട്ടെ.